So listen, so ഇന്നലെ ഇൻഫോം ചെയ്തതുപോലെ ഇന്നത്തെ സെഷനിൽ ആദ്യം എക്സാം ആയിരിക്കും. ഓക്കെ, സോ എക്സാം എഴുതാനായിട്ട് ഫസ്റ്റ് യു നീഡ് ടു ഗെറ്റ് യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ്. സോ ആദ്യം നമ്മൾ യൂസർ നെയിം, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേര് തന്നെയാണ് യൂസർ നെയിം പാസ്വേഡ്, അതല്ല കേട്ടോ. അത് ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് കോഡാണ് തരാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ആ ലോഗിൻ ക്രെഡൻഷ്യൽസ്, അതായത് ഫോർ യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ചാറ്റ് ബോക്സിൽ ഒരു നമ്പർ തരും. സോ അതിനകത്തോട്ടൊരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ ആ നമ്പർ ചാറ്റ് ബോക്സിൽ ഒന്നും കൂടി ഇട്ടേരെ. സോ ടെസ്റ്റ് ആരും ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യരുത്. ഞാൻ ടെസ്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതിൽ കൂടുതലും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ ഞാൻ ടെസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രം ടെസ്റ്റ് തുടങ്ങിയാൽ മതി. സോ ഫസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ്. ഓക്കെ, ലോഗിൻ ക്രെഡൻഷ്യൽസിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിപ്പം ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ വാട്സാപ്പിലോട്ട്, ആ നമ്പറിലോട്ട് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. ഓക്കെ, സോ എല്ലാവർക്കും ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടി കഴിയുമ്പോഴത്തേക്കിന് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ ഓൾ ഓഫ് യു, ഫോർ യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ് പ്ലീസ് കോൺടാക്ട് ദിസ് നമ്പർ. ഓക്കെ, ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഹായ് എന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കിട്ടും. സോ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് എനിക്കൊന്ന് ഇൻഫോം ചെയ്യണം. ലോഗിൻ ക്രെഡൻഷ്യൽസ് എത്ര പേർക്ക് ഇപ്പോൾ കയ്യിലുണ്ട്? റേസ് യുവർ ഹാൻഡ്സ്. എത്ര പേരുടെ അടുത്ത് ഇപ്പോൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ട്? ഓഡിബിൾ ആണോ ഞാൻ? All of you, please ensure that you have your login credentials. Okay, login credentials nu vendite please WhatsApp to this number. Okay, WhatsApp to this number. So നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കിന് ഐ ഗിവ് യു ദ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരാം, എന്നിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ദ എക്സാം. പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ. എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസ് വേണം. ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടാനായിട്ട് ജസ്റ്റ് വാട്സാപ്പ് ടു ദിസ് നമ്പർ. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിലും തന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്ക്രീനിലും കാണാം ഒരു നമ്പർ. ആ നമ്പറിലോട്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് ഹായ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ പേരും നിങ്ങളുടെ ബ്രാഞ്ചും ഒന്ന് കൊടുത്താൽ മതി, നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് അവിടെ കിട്ടും. എല്ലാവരും ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ ഓൾറെഡി ജോയിൻ അയക്കുന്ന സ്റ്റുഡൻസ് പ്ലീസ് ബി പേഷ്യൻറ്റ്. ഓക്കെ, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഐ ഗിവ് യു ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ദ എക്സാം. Okay, so please be patient. So പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് പ്ലീസ് ഗോ ആൻഡ് ഗെറ്റ് യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ്. കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് വാട്സാപ്പ് ടു ദിസ് നമ്പർ. ഓക്കെ, നിങ്ങളുടെ ചാറ്റ് ബോക്സിലും ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട്. വാട്സാപ്പ് ഈ നമ്പറിലോട്ട് ഒരു വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. നിങ്ങളുടെ പേരും ബ്രാഞ്ചും ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. അത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതി തുടങ്ങാൻ പറ്റത്തുള്ളൂ. ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? എല്ലാവർക്കും ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടിയോ? ജസ്റ്റ് യെസ് മെസ്സേജ് ഒന്ന് ഇട്ടേക്കാവോ ചാറ്റ് ബോക്സിൽ കിട്ടിയ സ്റ്റുഡൻസ്. ആരെങ്കിലും കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടാത്ത സ്റ്റുഡൻസ് ഒന്ന് പറയണേ. സോ ഫോർ ലോഗിൻ ക്രെഡൻഷ്യൽസ് നമ്മൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടും. ഓക്കെ, നമുക്ക് 9:45 വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ എക്സാം മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ്. ലോഗിൻ ക്രെഡൻഷ്യൽസിന് വേണ്ടിയിട്ട് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഗിവൻ ഇൻ ദ ചാറ്റ് ബോക്സ്. ആർക്കെങ്കിലും ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടാത്തവരുണ്ടോ? ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആർക്കെങ്കിലും ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടാത്തവരുണ്ടോ? ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് ദ സെഷൻ? യെസ് ഓർ നോ? ഓക്കെ, ലിസൺ. സോ ഞാൻ ഇനി എക്സാമിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് തരാൻ പോകുന്നത്. സോ എക്സാമിൽ, അതായത് നിങ്ങൾ എക്സാം തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് ആ പേജിൻ്റെ ലേ ഔട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, ലോഗിൻ ക്രെഡൻഷ്യൽസ് ജോയിൻ ആയ എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു ഹാവ് യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ്. ഓക്കെ, സോ ഇല്ലാത്ത സ്റ്റുഡൻസ് ആർക്കെങ്കിലും ലോഗിൻ ക്രെഡൻഷ്യൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഗിവൻ ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, സോ ലിസൺ കെയർഫുള്ളി. ഓക്കെ, ലിസൺ കെയർഫുള്ളി. സോ വി ഹാവ് പ്രൊവൈഡഡ് എ ലിങ്ക്.
Okay, we have provided a link in the chat box. So test series in the link chat box തന്നിട്ടുണ്ട്. So just click on that link. ഇപ്പോഴല്ല ഞാൻ പറയാം. ഓക്കെ, ഞാൻ പറയാം എക്സാം എപ്പോഴാണ്, ടെസ്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം. ഓക്കെ, so just click on the link. ഓക്കെ, ടെസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആവും. ഓക്കെ, സോ ഒരു പേജ് ഓപ്പൺ ആവും. സോ അവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, സോ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാവരുടെ അടുത്തും കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാട്സാപ്പ് ലിങ്ക് തന്നിട്ടുണ്ട്, അതിനകത്തോട്ട് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ഞാൻ പറയാം നിങ്ങളുടെ ടെസ്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ആദ്യം ഇൻസ്ട്രക്ഷൻസ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. ഓക്കെ, സോ ഞാൻ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഒരു പേജ് ഓപ്പൺ ആവും. പേജ് ഓപ്പൺ ആകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് തന്നേക്കുന്ന ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസർ നെയിമും പാസ്വേഡും അതിനകത്ത് എൻ്റർ ചെയ്യാം. റൈറ്റ്, സോ അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് സോ ആ എക്സാമിനെ കുറിച്ചുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, എക്സാം എത്ര മാർക്സ് ആണ്. ഓക്കെ, ഞാൻ 15 മാർക്സിൻ്റെ എക്സാമാണ്. ഓക്കെ, 15 മാർക്സിൻ്റെ എക്സാമാണ്. അതിനകത്തിൽ 5 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്, 5 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 10 and 5, സോ ടോട്ടൽ 15 മാർക്സ് ആണ്. 30 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം. 30 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം. ഓക്കെ, സോ ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കിന് അതായത് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് ഓക്കെ നിങ്ങൾ നെക്സ്റ്റ് പേജിലോട്ട് സ്റ്റാർട്ട് ദ എക്സാം, ബിഗിൻ ദ എക്സാം കൊടുക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന പേജിൻ്റെ ഫോർമാറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. Okay, so right side right bottom corner listen, you have your question numbers. Okay, 1 2 3 4 5 6 7 8 9 10. Okay, so നോക്കിക്കേ, so by clicking on any one, ഏത് നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണം. സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാൻ പറ്റും. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ദിസ് എക്സാം പോർട്ടൽ ഈസ് മെൻറ്റ് ഫോർ ഡെസ്ക്ടോപ്പ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എനിക്ക് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും മൊബൈലിലാണ് എഴുതാൻ പോകുന്നത്. സോ നോ നീഡ് ടു വറി, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സോ ആ വിൻഡോയിൻ്റെ നോക്കിക്കേ, ആ പേജ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ആ പേജിൻ്റെ മേളിൽ നോക്കിക്കേ ഒരു 3 dots കാണും. സോ യു ഹാവ് ടു ഗോ ദെയർ ആൻഡ് യു ഹാവ് ടു ക്ലിക്ക് ഓൺ ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ, ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഡെസ്ക്ടോപ്പിൽ കാണുന്ന സെയിം അതേ രീതിയിൽ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റും. ഓക്കെ, സോ മേക്ക് ഷുവർ ദിസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോക്കിക്കേ, നമ്മുടെ എക്സാം പോർട്ടൽ ഇറ്റ് ഇസ് ഡിസൈൻ ഫോർ ഡെസ്ക്ടോപ്പ്. കാരണം ഫൈനൽ ഗേറ്റ് എക്സാം നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണ് എഴുതാൻ പോകുന്നത്, സോ ഫോണിലല്ല. സോ നമ്മുടെ എക്സാം പോർട്ടലും ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ നിങ്ങൾ മൊബൈലിൽ എഴുതുമ്പോഴത്തേക്കിന് ലിസൺ, മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ടു ദ ആ പേജിൻ്റെ മേളിൽ പോയിട്ട് 3 dots കാണും. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ചൂസ് ഡെസ്ക്ടോപ്പ് വ്യൂ. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ കാണുന്ന അതേ വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് മൊബൈലിൽ കാണുമ്പോഴും കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് മസ്റ്റ്. ഓക്കെ, ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പേജിൻ്റെ ഓറിയൻറ്റേഷൻ എല്ലാം മാറിയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, പേജിൻ്റെ ഓറിയൻറ്റേഷൻ മുഴുവൻ മാറിയായിരിക്കും കിടക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ക്ലിക്ക് ഓൺ ദ ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത് ആദ്യത്തെ മെയിൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇത് ആദ്യത്തെ മെയിൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നൗ സോ ആ പേജ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് ബോട്ടം കോർണറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പേഴ്സ്, അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്യാം. ത്രൂ ഔട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ക്വസ്റ്റ്യനിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അത് കഴിയുമ്പോഴത്തേക്കിന് ലിസൺ, ആ പേജിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. ഒരു മിനിറ്റ്. സോ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ഓക്കെ അല്ലേ, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, ഇത് കാണും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലിയർ റെസ്പോൺസ്. ഓക്കെ, സോ അടുത്ത ഓപ്ഷൻ ക്ലിയർ റെസ്പോൺസ് ആണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ഉണ്ട്. സേവ് ആൻഡ് നെക്സ്റ്റ്.
ഓക്കെ. സോ ഇത് ആ പേജിൻ്റെ ഏറ്റവും താഴെ ലെഫ്റ്റ് കോർണറിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് ഉണ്ട്, ക്ലിയർ റെസ്പോൺസ് ഉണ്ട്, പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ അതായത് ഈ നാവിഗേഷൻ ബാറിൻ്റെ ഏറ്റവും അവസാനം സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ. സോ ഇത് ഒരിക്കലും നിങ്ങൾ സബ്മിറ്റ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സാം നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ. നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അബ്രപ്റ്റ്ലി നിങ്ങളുടെ എക്സാം എൻഡ് ചെയ്യും. ഓക്കെ. സോ സബ്മിറ്റ് എപ്പോഴാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ എക്സാം. ഓക്കെ. ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ എക്സാം യു ഹാവ് ടു ക്ലിക്ക് ഓൺ സബ്മിറ്റ്. ഓക്കെ. സോ ആ പേജിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കാണും. അതുപോലെ തന്നെ അടുത്തത് ക്ലിയർ റെസ്പോൺസ് കാണും, സേവ് ആൻഡ് നെക്സ്റ്റ് കാണും. ഓക്കെ. സോ ഇവിടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ക്വസ്റ്റ്യൻ MCQ ആണെന്നുണ്ടെങ്കിൽ 4 ചോയ്സ് കാണും, A, B, C, D, റൈറ്റ്. സോ യു ഹാവ് ടു ക്ലിക്ക് ഓൺ എനി വൺ ഓഫ് ദ ഓപ്ഷൻ. സോ ഇങ്ങനെ ആയിരിക്കും. സോ ഇപ്പോൾ നിങ്ങളുടെ ആൻസർ ബി ആണെന്ന് ചോദിച്ചോളൂ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി ആൻസർ വിൽ ബി സെലക്റ്റഡ്, റൈറ്റ്. സോ വൺസ് യു ഹാവ് സെലക്റ്റഡ് യുവർ ആൻസർ, ഓക്കെ, യു ഹാവ് ടു ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ. സേവ് ആൻഡ് നെക്സ്റ്റ്. നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് വെറുതെ നിങ്ങൾ ബി ക്ലിക്ക് ചെയ്തു എന്നിട്ട് യു ഹാവ് നോട്ട് ക്ലിക്ക്ഡ് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ്, അപ്പം എന്താണ് സംഭവിക്കുന്നത്? ദിസ് ആൻസർ വിൽ നോട്ട് ബി സേവ്ഡ്. ഓക്കെ. സോ നിങ്ങളുടെ ആൻസർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ ക്വസ്റ്റനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു ഹാവ് ടു ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ്. എന്നാൽ മാത്രമേ നിങ്ങൾ കൊടുത്തേക്കുന്ന ആൻസർ സേവ് ആവത്തുള്ളൂ. സോ പ്ലീസ് ഫോളോ ദിസ് ഇൻസ്ട്രക്ഷൻസ് വെരി വെരി കെയർഫുള്ളി. ഓക്കെ. ആദ്യത്തേത് ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ. രണ്ടാമത്തേത് നോക്കിക്കേ, submit the exam only after completing the exam. ഓക്കെ. ഈ 10 ക്വസ്റ്റ്യൻസും മുഴുവൻ വായിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. സോ ആ പേജിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. ഓക്കെ. സോ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു എന്നിട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ആൻസർ. എനിക്ക് ബി ആണ് കിട്ടിയത്, പക്ഷേങ്കിൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ആൻസർ. എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകും. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എല്ലാം, അതായത് ഈ 10 ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. സേ ഫോർ എക്സാമ്പിൾ ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. സോ എനിക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും ഒന്നും കൂടി വരണം. സോ ഐ ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് വൺ. ഓക്കെ. ഐ ക്യാൻ ക്ലിക്ക് ഓൺ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ്. ഓക്കെ. അതായത് നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്തു, നിങ്ങൾക്ക് ആൻസർ ബി ആണ് കിട്ടിയത്, പക്ഷേങ്കിൽ യു ആർ നോട്ട് ഷുവർ അബൌട്ട് ദ ആൻസർ, എനിക്ക് ഒന്നും കൂടി സോൾവ് ചെയ്യണം. ഓക്കെ. സോ അന്നേരം you can go for mark for review and next. And the most important thing is that നോക്കിക്കേ, ഇവിടെ ഇപ്പം നിങ്ങൾ ഏറ്റവും അവസാനം, അതായത് മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ആൻസർ ചിലപ്പം സേവ് ആയി എന്ന് വരത്തില്ല. ഓക്കെ. സോ നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കിന് അതായത് ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് വേറെ ടോപ്പ് റൈറ്റ് കോർണറിൽ, അതായത് നിങ്ങളുടെ ആൻസർ ഉറപ്പായിട്ടും ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സേ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആൻസർ ഉറപ്പാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രീൻ കളറിലായിരിക്കും കാണുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തു, അപ്പോൾ നിങ്ങൾ ഉറപ്പാണ് ആൻസർ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനും ഗ്രീൻ കളറിലായിരിക്കും കാണുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടാണ്. സോ ദാറ്റ് നോക്കിക്കേ, ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിൽ ബി appearing to you in blue color. Okay. blue കളറിലായിരിക്കും appear ചെയ്യുന്നത്. So blue color implies that you have done the question, പക്ഷേങ്കിൽ you want to review it once again. Okay. So നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് തേർഡ് ക്വസ്റ്റ്യൻ വിൽ ബി, അതായത് ഈ നമ്പർ ഈ പേജിൽ, അതായത് ഈ നമ്പേഴ്സിൻ്റെ ഇതിൽ നിങ്ങൾക്ക് തേർഡ് ക്വസ്റ്റ്യൻ വിൽ ബി ഷോൺ ഇൻ ബ്ലൂ കളർ. ഓക്കെ. നിങ്ങൾക്കിപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സോ 6th ക്വസ്റ്റ്യൻ വിൽ ബി ഇൻ റെഡ് കളർ. ഓക്കെ. സോ ഈ 3 നിങ്ങൾ ഓക്കെ. പിന്നെ നിങ്ങൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 9th ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, 9th ക്വസ്റ്റ്യൻ വരെ എത്തിയിട്ടില്ല. സോ 9th ക്വസ്റ്റ്യൻ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഷോൺ ഇൻ നോക്കിക്കേ ആഷ് കളറിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ. സോ 3 കളേഴ്സ് ആയിരിക്കും. ഗ്രീൻ കളർ എപ്പോഴാണ് വരുന്നത്? ഗ്രീൻ കളർ എപ്പോഴാണ് വരുന്നത്? when you have answered the question, okay, and you are sure about the answer, so green color വരും. save and next കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ വിൽ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ അപ്പിയർ ഇൻ ഗ്രീൻ കളർ. ഓക്കെ. അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ടാണ്, നിങ്ങൾ ഒന്നും കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. സോ therefore the third question will appear in blue color. okay. so third question will appear in blue color. okay. so ഇത് നോക്കിക്കോണം, ഇത്
ആൻസർ സേവ് ആവത്തില്ല. ഓക്കെ, സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കിനും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താലേ ആൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ആൻസർ ലിസൺ, ഇത് ബ്ലൂ കളറാണ് കേട്ടോ, ഇത് ബ്ലൂ കളറാണ്. ഓക്കെ, സോ ബ്ലൂ കളർ റിവ്യൂവിന് വേണ്ടിയിട്ടാണ്, ഗ്രീൻ കളർ നിങ്ങൾ കൊടുത്ത ആൻസർ സേവ് ആയിട്ടുണ്ടെന്നാണ് ഗ്രീൻ കളർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ റെഡ് കളർ എന്താണ്? റെഡ് കളർ ഇംപ്ലൈസ് ദാറ്റ് ഈ ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ്, റെഡ് കളറാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് വ്യൂഡ് ദ ക്വസ്റ്റ്യൻ, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ആഷ് കളർ. ഓക്കെ, സോ ദിസ് ആർ ദ ജനറൽ ഇൻസ്ട്രക്ഷൻ അബൌട്ട് ദ എക്സാം. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. ഇപ്പം റീസെൻ്റ്ലി ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് എത്ര പേരായി? ഓക്കെ, 107. ഞാൻ ഒന്നും കൂടി ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒന്നും കൂടി ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുവാണ് ഫോർ ദോസ് ഹു ഹാവ് റീസെൻ്റ്ലി ജോയിൻ. ഓക്കെ, ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. സോ ആദ്യം ലോഗിൻ ക്രെഡൻഷ്യൽസ്, make sure that you have your login credentials വേണമെന്നുണ്ടെങ്കിൽ just click on the link given in the chat box. okay, first instruction. രണ്ടാമത്തേത് ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടിയവർ മേക്ക് ഷുവർ ദാറ്റ്, അതായത് നമ്മൾ ചാറ്റ് ബോക്സിൽ തന്നെ ടെസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ ടെസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്കിന് ഇറ്റ് ഗോസ് ടു എ പേജ് വെയർ യു വിൽ ബി ആസ്ക്ഡ് ടു എൻ്റർ ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സോ ആ പേജിൻ്റെ മേളിൽ ഒരു 3 dots കാണും. ആ 3 dotsൽ പോയിട്ട് നോക്കിക്കേ, യു ഹാവ് ടു സെലക്ട് ദ ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ സെലക്ട് ചെയ്യണം, മസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ മൊബൈലിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പ് വ്യൂ സെലക്ട് ചെയ്യണം. ഓക്കെ, സോ അതിനകത്ത് നിങ്ങൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാണും. ഓക്കെ, എക്സാം ഈസ് ഓഫ് 15 marks, 5 2-mark questions, 5 1-mark question, exam duration 30 minutes. Okay, and this is a layout of each page. Okay, so ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കാണും, 4 ഓപ്ഷൻസ് കാണും. അതുപോലെ തന്നെ ആ പേജിൻ്റെ ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ മാർക്ക് ഫോർ റിവ്യൂ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിത് റിവ്യൂവിന് വെച്ചു, ഞാൻ വീണ്ടും സോൾവ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് ആൻസർ സി ആണ് കിട്ടിയത്. സോ ദെയർഫോർ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? സേ ഞാൻ ക്ലിയർ റെസ്പോൺസ് കൊടുത്തു, ഇല്ല നിങ്ങൾ പോയി ബിയിൽ നിന്ന് മാറി ഞാൻ സിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി ബി അൺസെലക്ട് ആവും. ഓക്കെ, അൺസെലക്ട് ആയിപ്പോവും, റൈറ്റ്? സോ എനിക്ക് നോക്കിക്കേ, ഞാൻ 3rd ക്വസ്റ്റ്യൻ ചെയ്തു, പക്ഷേങ്കിൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ആൻസർ. ബി വെച്ചു ഞാൻ, പക്ഷേങ്കിൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ആൻസർ. അപ്പോൾ നെഗറ്റീവ് അടിക്കേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ബീനെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അതായത് എനിക്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ആൻസർ. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തത് ബി ആണ്, എനിക്കിതിനെ ക്ലിയർ ചെയ്യണം. സോ ദെയർഫോർ ഐ വിൽ ഗോ ഫോർ ക്ലിയർ റെസ്പോൺസ്. ഓക്കെ, ഐ വിൽ ഗോ ഫോർ ക്ലിയർ റെസ്പോൺസ്. സോ മാർക്ക് ഫോർ റിവ്യൂ ഞാൻ പറഞ്ഞു, ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ, വെച്ച ആൻസർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ റെസ്പോൺസ്. ഓരോ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് പോകണം. സബ്മിറ്റ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സാം. ഓക്കെ, ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സാം. സോ നമ്മളിപ്പം ടെസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഗോ ആൻഡ് ക്ലിക്ക് ഓൺ ദ ടെസ്റ്റ് ലിങ്ക്. ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് ഡിക്ലറേഷൻ മാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ദ എക്സാം. ഓൾറെഡി റെസ്പോണ്ട് ചെയ്തവർ ചെയ്യേണ്ട, പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ, അതായത് എക്സാം എഴുതിയിട്ട് തിരിച്ച് വന്നവർ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് ഇട്ടോളൂ. എക്സാം എഴുതി തിരിച്ച് വന്നവർ ജസ്റ്റ് റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്, യെസ് എന്ന് പറഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. എക്സാം എഴുതിയിട്ട് റീസെൻ്റ്ലി തിരിച്ച് ജോയിൻ ചെയ്തവർ എല്ലാവരും തിരിച്ച് വന്നിട്ട് ഡിസ്കഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വരുന്നവർ റീസെൻ്റ്ലി ജോയിൻ ചെയ്തവർ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ഇട്ടോളൂ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദ സെഷൻ. ഓക്കെ അല്ലേ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, ലിസൺ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേൺ ടു യൂസ് എ സയൻറ്റിഫിക് ഗേറ്റ് കാൽക്കുലേറ്റർ. ഓക്കെ, നമ്മൾ സാധാരണ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന പോലല്ല ഗേറ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, സോ അതുപോലെ തന്നെ ഇന്നും കൊണ്ട് നമ്മുടെ ലൈവ് സെഷൻസ്, അതായത് ഫ്രീ ലൈവ് സെഷൻസ് തീരുവാണ്. ഓക്കെ, സോ എൻഡ് ചെയ്യുവാണ്. സോ അപ്പോൾ ഐ ഹോപ്പ് ഞങ്ങൾക്കൊരു ഫീൽ കിട്ടിക്കാണും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്താണ് നമ്മൾ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ തിങ്ക് വൈസ്ലി ആൻഡ് ടേക്ക് എ ഡെസിഷൻ. ഓക്കെ, സോ അതൊന്ന്. ഓക്കെ, സോ ഇതിനകത്തിൽ അതായത് ഈ 10 ക്വസ്റ്റ്യൻസിൽ 8 ക്വസ്റ്റ്യൻസും
പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻസിൽ 8 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് മുഴുവൻ, അതായത് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു. ഓക്കെ, ഞാൻ പ്രോബ്ലംസ് എടുത്ത് സോൾവ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ എത്രയ്ക്കാണ് മാർക്ക് കിട്ടിയേക്കുന്നത്? എത്രയൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്? Can you respond? Above 8 marks out of 15. Above 8 marks. Above 8 marks. Above 8 marks. ആരെങ്കിലും ഉണ്ടോ? Above 8 marks. Okay. 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 Very good. Very good. Very good. Okay. About 10. About 10 ഉണ്ടോ? Okay, very good, very good, very good, very good. Okay, okay, about 12. About 12. Okay, 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 adivoli, adivoli. Okay, okay, about 12 excellent marks ആണ്. Okay, above 8 good. Okay, above 8 good. About 10 very good. Okay, about 12 exceptional ആണ്. Okay. ഓക്കെ, സോ 15 കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? 15 കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? 15 കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? 15 out of 15. ഓക്കെ, സോ ലെസ് ദാൻ 8 മാർക്സ് കിട്ടിയവർ, ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു വറി. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു വറി. നമ്മൾ ഗ്രാജുവലി കോൺസെപ്റ്റ്സ് എല്ലാം ബേസിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പഠിപ്പിച്ച് പോകുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഗ്രാജുവലി നിങ്ങളുടെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, യു ഡോണ്ട്, ലെസ് ദാൻ 8 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് യു ഡോണ്ട് ഹാവ് ടു വറി. ഓക്കെ, സോ ഓരോന്നും ബേസിൽ നിന്ന്, ഞാൻ സാധാരണ നെറ്റ്വർക്ക് തിയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾക്ക് അറിയാം ഏത് പോയിന്റിൽ നിന്നാണ് ഞങ്ങൾക്ക് നെറ്റ്വർക്ക് തിയറി നിങ്ങളുടെ റെഗുലർ കോഴ്സ് വർക്കിൽ ഏത് പോയിന്റിൽ നിന്നാണ് തുടങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ, സോ എല്ലാം ബേസിൽ നിന്നാണ് കവർ ചെയ്ത് വരുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു വറി ആക്ച്വലി. ഓക്കെ, സോ കുഴപ്പമില്ല, ലെസ് ദാൻ 8 കിട്ടിയാലും കുഴപ്പമില്ല. ഗ്രാജുവലി നിങ്ങളുടെ മാർക്സ് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഞാൻ ഇപ്പം ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം ഞാൻ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പം കണ്ടക്ട് ചെയ്ത ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. കുറേ പേര് ഇന്നലെ ഡൗട്ട് ചോദിച്ചായിരുന്നു. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കുറേ പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഓക്കെ, സോ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം എടുക്കട്ടെ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. So you are asked to find this voltage. ഈ വോൾട്ടേജ് ആണ് ചോദിച്ചേക്കുന്നത്, V ആണ് ചോദിച്ചേക്കുന്നത്. How many of you have answered this question correctly? How many of you have answered this question correctly? How many of you have answered this question correctly? What is this voltage? What is this voltage V? Audible ആണോ ഞാൻ? Audible ആണോ? Okay. 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 Listen. Okay, very good, very good, very good. Listen. So ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നോക്കിക്കേ, ഇന്നലെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? So you connect a circuit using connecting wires. Okay, you connect a circuit using connecting wires. And what is the voltage drop along a connecting wire? പറഞ്ഞേ, what is the voltage drop along a connecting wire? What is the voltage drop? 0 ആണ്. Right? So voltage drop along a connecting wire is equal to 0. Okay, so ഇവിടെ നോക്കിക്കേ, ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ you can clearly see that the voltage between these two nodes. Okay, so നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഗേറ്റിൽ ഞാനിപ്പം പറയാൻ പോകുന്ന പോയിന്റിന് വലിയ പ്രസക്തി ഇല്ല, പക്ഷേ എന്നാലും നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, സോ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും what is the first step that you have to do? What is the first step that you have to do? എന്താണ്? What is the first step? ഒരു സർക്യൂട്ട് തന്നിട്ട് നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറയുവാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ്, എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു മാർക്ക് ദ ഗ്രൗണ്ട് ഫസ്റ്റ്. ഓക്കെ, യു ഹാവ് ടു മാർക്ക് ദ ഗ്രൗണ്ട് ഫസ്റ്റ്, വെരി ഫസ്റ്റ് തിങ്. ഓക്കെ, ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു മാർക്ക് ദ ഗ്രൗണ്ട് ഫസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നെറ്റ്വർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നാളെ നമ്മൾ ക്ലാസ്സസ്, അതായത് ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസ് തുടങ്ങുമ്പോഴത്തേക്കിന് ഐ വിൽ സ്ട്രെസ് ഓൺ ദിസ് പോയിന്റ്.
Okay, so ഇവിടെ നോക്കിക്കേ the voltage at this particular node, okay, the voltage at this particular node with respect to ground, say നോക്കിക്കേ the voltage at this node with respect to ground, voltage is always and always measured with respect to ground node ആണ്. Okay, voltage is always and always measured with respect to ground node ആണ്. നോക്കിക്കേ the voltage at this node with respect to ground എത്രയാണ്? 10 volts ആണ്, റൈറ്റ്, 10 volts ആണ്. നോക്കിക്കേ, now ഇവിടുന്ന് രണ്ട് കണക്റ്റിംഗ് വയർസ് വെച്ചിട്ട് ഞാൻ നോക്കിക്കേ ഇവിടുന്ന് വോൾട്ടേജ് മെഷർ ചെയ്യുവാണ്, റൈറ്റ്, ഇവിടെ കണക്റ്റിംഗ് വയർസ് ആണ്. സോ ഓബ്വിയസ്ലി നോക്കിക്കേ എന്തായിരിക്കും, the same voltage will appear between these two terminals. So therefore നോക്കിക്കേ ഇത് എന്തായിരിക്കും, this V will be equal to 10 volts, right, V will be equal to 10 volts. Listen, ഇവിടെ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു ലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. Okay, just using common sense we have found that this voltage is equal to 10 volts. Is that clear? ഈ explanation okay ആണോ? ഈ explanation okay ആണോ? Yes or no? ഈ explanation okay ആണോ? Okay, listen, ഞാൻ വേറെ ഒരു explanation കൂടി തരാം. നോക്കിക്കേ, apply KVL in this particular loop, apply KVL in this particular loop, apply KVL in this particular loop. Okay, so I am starting with V. Okay, so നോക്കിക്കേ ഇതാണ് in the loop, so I am starting with V. So what sign should I associate with this V? What sign? Plus ആണോ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോക്കിക്കേ ഞാൻ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. സോ ഐ എം മൂവിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. സോ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വോൾട്ടേജ് റൈസ് ആണോ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? വോൾട്ടേജ് റൈസ് ആണ്. സോ ദെയർഫോർ പ്ലസ്, റൈറ്റ്, പ്ലസ്, റൈറ്റ്. നൗ ഞാൻ തിരിച്ച് ഈ ലൂപ്പ് നോക്കിക്കേ, ഇങ്ങനെയാണ് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത്. നോക്കിക്കേ ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എവിടുന്ന് തുടങ്ങി, സേ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി തിരിച്ച് ആ പോയിന്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് എ ലൂപ്പ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എ ലൂപ്പ്. സോ ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി. ഓക്കെ, സോ ദിസ് വോൾട്ടേജ്, ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി എന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കിക്കേ നെഗറ്റീവ് to positive, lower potential to higher potential. So obviously voltage rise ആണ്. So plus V. Okay, so plus V. തിരിച്ച് നോക്കിക്കേ പ്ലസ് മൈനസ് higher potential to lower potential. So എന്തായിരിക്കും, higher potential to lower potential എന്തായിരിക്കും, higher potential to lower, you are moving from higher potential to lower potential. So negative, right, minus 10 is equal to 0. So what I have done is I have just used KVL. Right, so V is equal to 10 volts. Okay, V is equal to 10 volts. So this is the first question. Okay, എന്തായാലും ഇത് എല്ലാവരും ആൻസർ ചെയ്തെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ആൻസർ ചെയ്തെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരെങ്കിലും ഈ ചോദ്യം തെറ്റിച്ചായിരുന്നോ? ആരെങ്കിലും ഈ ചോദ്യം തെറ്റിച്ചായിരുന്നോ? ദിസ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തല്ലോ അല്ലേ? ഓക്കെ, all you have to do is apply KVL in this loop. അങ്ങനെയും ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ, സോ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ അടുത്തുള്ള വോൾട്ടേജ് നോക്കിക്കേ ഐ ആം കണക്റ്റിംഗ് ടു കണക്റ്റിംഗ് വയർസ് ആൻഡ് നോക്കിക്കേ ഇവിടുത്തെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓബ്വിയസ്ലി എനിക്കറിയാം വോൾട്ടേജ് ഡ്രോപ്പ്. നോക്കിക്കേ ഇവിടെ ഡ്രോപ്പ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ എലോങ് ദ ലെങ്ത് ഓഫ് ദ connecting wire there is no voltage drop. So ഇവിടെ എന്താണോ വോൾട്ടേജ്, so the same voltage appears at the open circuited terminals. നോക്കിക്കേ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ. വാട്ട് യു മീൻ ബൈ ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ? ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ എന്താണ്? ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽസ് എന്ന് പറയുന്നത് പറഞ്ഞേ. വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ആ ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ? സേ ഈ ഒരു സർക്യൂട്ട് തന്നെ എടുക്കാം. സോ ഇതാണ് എൻ്റെ 10 വോൾട്ട് സോഴ്സ്. സോ സെയിം സർക്യൂട്ട് ഞാനിവിടെ കോപ്പി ചെയ്യുവാണ്. സോ സെയിം സർക്യൂട്ട് ഞാനിവിടെ കോപ്പി ചെയ്യുവാണ്. ഓക്കെ, ഞാൻ രണ്ട് കണക്റ്റിംഗ് വയർസ് വെച്ചിട്ട് ഈ നോക്കിക്കേ രണ്ട് കണക്റ്റിംഗ് വയർസ് വെച്ചിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഓക്കെ, നൗ സോ ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ കറന്റ് ഫ്ലോ ത്രൂ ദിസ് ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ? Can current flow through this open circuited terminal? Yes or no? Can current flow through this open circuited terminal? Illa. Right? So what is the conclusion? For current to flow you need a closed path. Okay, for current to flow njan nokkike this is conclusion number 1. This is conclusion number 1. So endana njan parayunnathu nokkike for current idu ezhudikkollu, for current to flow you need a closed path.
Okay, so for current to flow, closed path, okay, closed path is a must condition, okay, is a must condition. Okay, so for current to flow, closed path is a must condition. Okay, ഇവിടെ closed path നോക്കിക്കേ, ഈ path closed ആണോ ഇല്ല, ഇവിടെ open ആണ്. Okay, ഇവിടെ open ആണ്. Okay, so therefore this path is not closed, so therefore current through this path will be equal to 0 because the path is not closed. Okay, path is not closed, so therefore നോക്കിക്കേ current will not flow through this path. Okay, so ഒരു കാര്യം എനിക്ക് മനസ്സിലായി, current through open circuited terminal എന്തായിരിക്കും, will be equal to 0, right? Current through open circuited terminal will be equal to 0. So this is conclusion number 1. Okay, now what will be the voltage across open circuited terminal? Okay, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, current through open circuited terminal 0 ആണെന്ന് പറഞ്ഞു. Now what is the voltage? Voltage across a open circuited terminal. Voltage across a open circuited terminal. Will it be 0? Will it be 0? 0 ആയിരിക്കോ? Voltage across a open circuited terminal. Will it be 0? ഇല്ല. Right, voltage illa. So conclusion number 2, voltage across a open circuited terminal. Listen, njan ee conclusion ezhudikkunnathu, it is not only applicable for this circuit, njan ezhudikkunna conclusions general conclusions aanu, you can apply it for any circuit. Okay, you can apply it for any circuit. ഞാൻ നോക്കിക്കേ, conclusion എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റ്സ് ഉണ്ടല്ലോ, this are general conclusions, you can apply it to any circuits. Okay, so voltage across a open circuit terminal, okay, open circuited terminal can be anything, right? Can be okay, it is non-zero. Okay, voltage across a open circuited terminal can be anything എന്ന് പറയാം. Okay, and it is decided by the network connection. It is decided by the network connection. എന്താണ് നോക്കിക്കേ, ഈ പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ നോക്കിക്കേ, സോ ഇതാണ് നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ. ഓക്കെ, ഈ കണക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ വോൾട്ടേജ് 10 വോൾട്ട്സ് എന്ന് പറഞ്ഞ്. ഓക്കെ, സോ ഇവിടെ 5 വോൾട്ട്സ് ആണെന്നാണെങ്കിൽ ഇവിടെ 5 വോൾട്ട്സ് ആയനെ, ഇവിടെ 6 വോൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 വോൾട്ട്സ് ആയനെ, ഇവിടെ 8 വോൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 8 വോൾട്ട്സ് ആയനെ, റൈറ്റ്? സോ ഇവിടെ 10 വോൾട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 10 വോൾട്ട്സ് ആയനെ. അതാണ് ഞാൻ പറഞ്ഞത്, വോൾട്ടേജ് അക്രോസ് ആ ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ ക്യാൻ ബി എനിത്തിങ് ആൻഡ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ നെറ്റ്വർക്ക് കണക്ഷൻ. ഓക്കെ, സോ നോക്കിക്കോണം, ഈ കേസിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, ക്വസ്റ്റ്യനിൽ 10 വോൾട്ട്സ് ആയിരുന്നു, റൈറ്റ്? സോ ദെയർഫോർ ഹിയർ ദ വോൾട്ടേജ് ഗിവൻ ഈസ് 10 volts. Okay, ഇത് 10 volts ആണ്. So same voltage will appear across the open circuited terminal. Okay, so what are the conclusions that we have learned from this problem? ആദ്യത്തേത്, current through a open circuited terminal നമുക്ക് മനസ്സിലായി. Okay, so closed അല്ലാത്ത നോക്കിക്കേ, if there is no closed path, നോക്കിക്കേ ഈ കേസിൽ you have a closed path. ഓക്കെ, ഞാൻ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി തിരിച്ച് വീണ്ടും ഈ പോയിന്റിലോട്ട് വരുവാണ്, റൈറ്റ്? സോ ഐ ഹാവ് എ ക്ലോസ്ഡ് പാത്ത്, റൈറ്റ്? പക്ഷേങ്കിൽ നോക്കിക്കേ, ഞാൻ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി നോക്കിക്കേ, ഇവിടെ there is no closed path, right? So therefore this is open circuited terminal. Okay, this is open circuited terminal. So ആദ്യത്തെ conclusion, for current to flow the എന്താണ്, you need a closed path. For current to flow you need a closed path. Okay, so current through a open circuited terminal എന്താണ്, 0 amperes ആണ്. Okay, now second conclusion എന്താണ്, voltage across an open circuited terminal can be anything. Okay, ഈ പർട്ടിക്കുലർ സർക്യൂട്ടിൽ ഞാൻ കാണിച്ചു തന്നു, ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കും ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് ഈ കേസിൽ, റൈറ്റ്? ഇവിടെ 5 വോൾട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 5 വോൾട്ട്, ഇവിടെ 20 വോൾട്ട്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് 20 വോൾട്ട്സ്, റൈറ്റ്? ഈ പർട്ടിക്കുലർ കേസിൽ നോക്കിക്കേ, വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കും വെളിയിൽ. അപ്പോൾ ഞാൻ ജനറലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എഴുതിച്ചത്, വോൾട്ടേജ് അക്രോസ് എ ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ ക്യാൻ ബി എനിത്തിങ് ആൻഡ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ നെറ്റ്വർക്ക് കണക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ നെറ്റ്വർക്ക് കണക്ഷൻ. ഈ രണ്ട് കൺക്ലൂഷൻസ് മനസ്സിലായോ? യെസ് ഓർ നോ? ഈ രണ്ട് കൺക്ലൂഷൻസ് എല്ലാവർക്കും മനസ്സിലായോ? യെസ് ഓർ നോ? കോപ്പി ചെയ്തോ? ഈ രണ്ട് കൺക്ലൂഷൻസ് കോപ്പി ചെയ്തോളൂ, പെട്ടെന്ന് കോപ്പി ചെയ്തോളൂ. സോ ഞാൻ ഇതിൻ്റെ തന്നെ ചെറിയ വേറെ ഒരു വേരിയേഷൻ എടുക്കുവാണ് കേട്ടോ, ചെറിയൊരു വേരിയേഷൻ എടുക്കുവാണ്. ഈ പ്രോബ്ലമിനെ തന്നെ ഞാൻ തിരിച്ചിങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് പോയിൻറ്റ്സും കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ, കോപ്പി ചെയ്ത് കഴിയുമ്പോൾ പറയണേ.
ഞാൻ ഇതേ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ഇതേ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. നോക്കിക്കേ. സോ ഐ ആം റിമൂവിങ് ദിസ് 10 വോൾട്ട് സോഴ്സ്. സെയിം സർക്യൂട്ട് ഞാൻ ഈ 10 വോൾട്ട് സോഴ്സിനെ ഒന്ന് റിമൂവ് ചെയ്യുവാണ്. കോപ്പി ചെയ്ത് കഴിഞ്ഞോ? യെസ് ഓർ നോ? ആദ്യത്തെ കൺക്ലൂഷൻ, ഫോർ കറന്റ് ടു ഫ്ലോ ക്ലോസ് പാത്ത് ഇസ് എ മസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തേത്, കറന്റ് ത്രൂ ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ 0 amps. വോൾട്ടേജ് അക്രോസ് ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ നെറ്റ്വർക്ക് കണക്ഷൻ. ഓക്കെ, സോ ഞാൻ നോക്കിക്കോണം. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലി മോഡിഫൈ ചെയ്യുവാണ്. ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്. സോ ഇവിടെ ഞാൻ ചെയ്യുന്നത്, ദിസ് ഈസ് ദ റെസിസ്റ്റർ. എത്രയായിരുന്നു റെസിസ്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്? എത്രയായിരുന്നു? 3 ohms ആയിരുന്നു. ഓക്കെ, ദിസ് ഈസ് 5 volt. ഓക്കെ, ദിസ് ഈസ് 5 volt. ഓക്കെ, ദിസ് ഈസ് 5 volt. I am removing this. നോക്കിക്കേ, I am removing this voltage source. So therefore നോക്കിക്കേ ഞാൻ, ഓക്കെ, സോ ഇതെടുത്ത് കളഞ്ഞു. ആൻഡ് ദിസ് ഈസ്, ഓക്കെ. ഇപ്പം നിങ്ങളോട് വോൾട്ടേജ് ചോദിക്കുവാണ്. സോ therefore what will be the voltage? Voltage എന്തായിരിക്കും? This will be equal to 0 volt. Okay, this will be equal to 0 volts. So this voltage will be equal to 0 volts. Okay, this voltage will be equal to 0 volts. ഓക്കെ, ഇത് 0 വോൾട്ട് ആണ്. എന്തുകൊണ്ടാണ്? നോക്കിക്കേ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ഗ്രൗണ്ട് നോഡ്? ഗ്രൗണ്ട് നോഡിൻ്റെ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. റൈറ്റ്, സോ 0 ആണ്. ഓക്കെ, സോ ഞാൻ ഈ രണ്ട് നോഡ്സും ഐ ഹാവ് കണക്റ്റഡ് ത്രൂ ആ കണക്റ്റിംഗ് വയർ. ഓക്കെ, സോ ഈ 0 വോൾട്ട്സ് നേരെ കയറി ഇവിടെ വരും. ഓക്കെ, 0 വോൾട്ട്സ് നേരെ കയറി ഇവിടെ വരും. സോ therefore നോക്കിക്കേ, വാട്ട് ഈസ് വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. റൈറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്, സോ therefore നോക്കിക്കേ, ഈ നോഡിനും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഇതും 0 വോൾട്ട് ആണ്, ഇതും 0 വോൾട്ട് ആണ്. സോ therefore നോക്കിക്കേ, സോ ദിസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ therefore നോക്കിക്കേ, ഇതിനെ ഐ ആം കോളിംഗ് ഇറ്റ് ആസ് ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ. ഓക്കെ, സോ ഈ പ്രോബ്ലം എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ടു ഗിവ് യു ഐഡിയ അബൌട്ട് ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽസ് ആൻഡ് ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ. ഓക്കെ, സോ നോക്കിക്കേ, ദിസ് ടേർമിനൽസ് നോക്കിക്കേ, ദീസ് ടേർമിനൽസ് ആർ ഷോർട്ട് സർക്യൂട്ടഡ്. ഓക്കെ, മറ്റേത് എന്തായിരുന്നു? ദീസ് ടേർമിനൽസ് ആർ ഓപ്പൺ സർക്യൂട്ടഡ്. ഓക്കെ, ദീസ് ടേർമിനൽസ് ആർ ഓപ്പൺ സർക്യൂട്ടഡ്. നോക്കിക്കേ, ഈ രണ്ട് ടേർമിനൽസ് ഓപ്പൺ സർക്യൂട്ടഡ് ആയിരുന്നു. എ ബി ആർ ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽസ്. ഇവിടെ വരുമ്പോഴത്തേക്കും നോക്കിക്കേ, എ ആൻഡ് ബി ആർ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽസ്. റൈറ്റ്, നൗ നോക്കിക്കേ, voltage across a short circuited terminal. പറഞ്ഞേ, voltage across a short circuited terminal. പറഞ്ഞേ എത്രയാണ്? voltage across a short circuited terminal എന്തായിരിക്കും? 0 volt ആയിരിക്കും. Right, so this is conclusion number 2. Very very important conclusions. voltage across a short circuited terminal എത്രയാണ്? 0 volt ആണ്. Okay, now voltage across a short circuited terminal is 0 volt. Right, now current through short circuited terminal. എത്രയാണ് പറഞ്ഞേ? കറന്റ് ത്രൂ ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറഞ്ഞേ. കറന്റ് ത്രൂ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ എത്രയാണ്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഒന്ന് കണ്ടുപിടിച്ചേ. പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഇന്നലെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ക്ലോസ് പാത്ത്? നോക്കിക്കേ, ഇങ്ങോട്ടേക്ക് കറന്റ് ഫ്ലോ ഉണ്ടോ? യെസ് ഓർ നോ? ഇങ്ങോട്ടേക്ക് കറന്റ് ഫ്ലോ ചെയ്യുമോ? വിൽ കറന്റ് ഫ്ലോ ത്രൂ ദിസ് ബ്രാഞ്ച്? ഈ ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമോ? പറഞ്ഞേ, നോ. റൈറ്റ്, സോ ഈ ബ്രാഞ്ചിലൂടെ കറന്റ് ഫ്ലോ ചെയ്യത്തില്ല. സോ ഇറ്റ് മീൻസ് ദാറ്റ് നോക്കിക്കേ, ഇതിലേ വരുന്ന കറന്റ് മുഴുവൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. സോ ഈ കറന്റ്, സോ ദ കറന്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ലൂപ്പ് ഫ്ലോസ് ഇൻ ദിസ് പാത്ത്. ഓക്കെ, ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ. ഈ സർക്യൂട്ടിൽ കറന്റ് ഫ്ലോ ഇങ്ങനെയാണ്. സോ ഹൗ മച്ച് ഇസ് ദ കറന്റ് ഫ്ലോയിങ്? പറഞ്ഞേ, ഹൗ മച്ച് ഇസ് ദ കറന്റ് ഫ്ലോയിങ്? 5/3 exactly. Right, so current through the short circuit, so this is nothing but 5/3 amperes. Right, so 5/3 amperes. So therefore say for example ഞാനിപ്പം ഇത് മാറ്റിയിട്ട് 6 volt ആക്കി. 6 volt ആവുമ്പോഴത്തേക്കിന് how much is the current flowing through the short circuit? പറഞ്ഞേ,
How much is the current flowing? ഇപ്പോൾ ഞാൻ 5 വോൾട്ട് മാറ്റിയിട്ട് 6 വോൾട്ട് ആക്കി, 5 വോൾട്ട് മാറ്റിയിട്ട് 6 വോൾട്ട് ആക്കി, അപ്പം 2 ആംപിയേഴ്സ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഞാനിപ്പം 6 വോൾട്ട്സ് മാറ്റിയിട്ട് 9 വോൾട്ട്സ് ആക്കി, അപ്പോൾ എത്ര ആയിരിക്കും കറണ്ട്? എത്ര ആയിരിക്കും കറണ്ട്? എത്ര ആയിരിക്കും? 3 ആംപിയേഴ്സ് ആയിരിക്കും, റൈറ്റ്? സോ എന്താണ് കൺക്ലൂഷൻ? എന്താണ്? കറണ്ട് ത്രൂ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ ക്യാൻ ബി, കറണ്ട് ത്രൂ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ ക്യാൻ ബി, ഇറ്റ് ക്യാൻ ബി, ഈ കേസിൽ അത് 5/3 ആംപിയേഴ്സ് ആണ്. ഇൻ ജനറൽ current through short circuited terminals can be, parne, current through short circuited terminals, it can be anything, okay? It can be in general current through short circuited terminal, it can be anything, okay? It can be anything. ഞാൻ പറഞ്ഞില്ലേ 5/3 ആംപിയേഴ്സ് ആവാം, 2 ആംപിയേഴ്സ് ആവാം, 3 ആംപിയേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ നെറ്റ്വർക്ക് കണക്ഷൻ, ഓക്കെ? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ അതർ നെറ്റ്വർക്ക്സ് ഇൻ ദ നെറ്റ്വർക്ക്, ഓക്കെ? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ അതർ എലിമെൻറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്, ഓക്കെ? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ അതർ എലിമെൻറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്, ഓൾസോ ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ നെറ്റ്വർക്ക് കണക്ഷൻ, ഓക്കെ? ഇവിടെ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം. ഇൻ ജനറൽ കറന്റ് ത്രൂ ദ ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ ക്യാൻ ബി എനിത്തിങ്, right? And it is decided, okay? It is decided. ഈ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആരാണ് ഡിസൈഡ് ചെയ്തത്? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ അതർ എലിമെൻറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്. നോക്കിക്കേ, ഞാൻ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 വോൾട്ട് ആക്കി, 9 വോൾട്ട് ആക്കി, റൈറ്റ്? ഇത് മാറുന്ന അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്, റൈറ്റ്? നോക്കിക്കേ, 2 ആംപിയേഴ്സ് ആയി, 3 ആംപിയേഴ്സ് ആയി, അങ്ങനെ മാറുന്നുണ്ട്. സോ ദെയർഫോർ ഇൻ ജനറൽ current through short circuited terminal can be anything. ഈ particular കേസിൽ അത് 5/3 ആണ്. In general current through the short circuited terminal can be anything. It is decided by other elements. It is decided by other elements in the network, okay? It is decided by other elements in the network, right? So നോക്കിക്കേ, say for example ഞാനിപ്പോൾ ഈ നോക്കിക്കേ, ഈ 3 ohm മാറ്റിയിട്ട് 1 ohm ആക്കി, റൈറ്റ്? അന്നേരം എന്തായിരിക്കും കറണ്ട്? എന്തായിരിക്കും? ഈ 3 ohm മാറ്റിയിട്ട് 1 ohm ആക്കിയെങ്കിൽ എന്തായിരിക്കും കറണ്ട്? എന്തായിരിക്കും എന്ന് പറഞ്ഞേ? 5 ആംപിയേഴ്സ് ആവും, റൈറ്റ്? 5 ആംപിയേഴ്സ് ആവും, റൈറ്റ്? സോ ക്യാൻ യു അപ്രീഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? യെസ് ഓർ നോ? Okay. Listen. So the idea was to make you understand the difference between open circuited terminal and short circuited terminal, okay? Open circuited terminal and short circuited terminal നോക്കിക്കോണം. ഞാൻ ഒന്നും കൂടി ഇവിടെ, ഓക്കെ, ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പറയണേ. All of you please copy this statement. You have to understand this, the difference between open circuited terminal and short circuited terminal വളരെ important ആണ്. ഓക്കെ, കോപ്പി ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ലിസൺ. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടേബിൾ വരയ്ക്കുവാണ്. സോ ആദ്യം ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ, രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ, ഓക്കെ? സോ ടെൽ മീ, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ട് പൊക്കോളൂ. നോക്കിക്കേ, what is the current through a open circuited terminal? What is the current through open circuited terminal? പറഞ്ഞേ, what is the current through open circuited terminal? 0 amperes. Very good. What is the current through a short circuited terminal? What is the current through a short circuited terminal? What is the current through a short circuited terminal? It can be anything. ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ, ഓക്കെ? ഇപ്പം നമ്മൾ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തതേ ഉള്ളൂ, ഓക്കെ? സോ ഷോർട്ട് സർക്യൂട്ടിലൂടെ കറണ്ട് എന്ത് വേണമെങ്കിലും ആവാം. നോക്കിക്കേ, 5/3 ആവാം, 2 ആവാം, 3 ആംപിയേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ അതർ എലിമെൻറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്, ഓക്കെ? ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ അതർ എലിമെൻറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്. സോ ദിസ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്, okay? This is a first point, okay? So open circuited terminal current 0 ആണ്, short circuited terminal current can be anything, okay? രണ്ടാമത്തെ point, what is the voltage across a short circuited terminal? What is the voltage across a short circuited terminal? So 0 volts ആണ്, okay? 0 volts ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനോ,
ഇവിടെ വരുമ്പോഴത്തേക്കും what is the voltage across a open circuited terminal? What is the voltage across a open circuited terminal? It can be anything, right? It can be anything, right? It can be anything, right? So നോക്കിക്കേ ഈ രണ്ട് കേസസും okay, it can be anything, and these are decided by, okay, so these are decided by the other elements in the network. Okay, current through a short circuited terminal is decided by other elements in the network. അതുപോലെ തന്നെ voltage across a open circuited terminal is decided by other elements in the network. മനസ്സിലായോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് ഓക്കെ. എങ്ങനെയാണ് ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ? എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും, റൈറ്റ്? ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ. ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ എങ്ങനെയായിരിക്കും? നോക്കിക്കേ. സോ ദീസ് ആർ terminals are open circuited. Terminals A and B are open circuited. നോക്കിക്കേ, these are terminals A and B. ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, they are connected using a connecting wire. മനസ്സിലായോ? ഓപ്പൺ സർക്യൂട്ടഡ് ടെർമിനൽ ആൻഡ് ഷോർട്ട് സർക്യൂട്ടഡ് ടെർമിനൽ എല്ലാവർക്കും മനസ്സിലായോ? കോപ്പി ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും ഇത്? ഓക്കെ ഓക്കെ. സോ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ആ ഒരൊറ്റ പ്രോബ്ലത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, സോ നൗ ഐ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ എത്ര പേര് ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തെന്നുള്ളത് നോക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, സ്റ്റേറ്റ്മെൻറ്റ് എ. സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് പറഞ്ഞത്? കണ്ടക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സ്റ്റേറ്റ്മെൻറ്റ് ബി എന്താണ്? മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ചോദിച്ചേക്കുന്നത് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആൻഡ് ബി ആർ കറക്റ്റ്. പറഞ്ഞ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് എ, ഈസ് ഇറ്റ് കറക്റ്റ്? ആ, സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റ് ആണോ? അല്ല, റൈറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ഇൻകറക്റ്റ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് എ ഇൻകറക്റ്റ്? പറഞ്ഞേ നോക്കിക്കേ. സോ വി നോ ദാറ്റ് ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൊലിഷൻസ് ഇൻക്രീസ് ചെയ്യും. കൊലിഷൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മൊബിലിറ്റി എന്താവും? കുറയും, റൈറ്റ്? മൊബിലിറ്റി കുറയും. സോ ദെയർഫോർ നോക്കിക്കേ, മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, മൊബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ദെയർഫോർ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് കറക്റ്റ്. ഓക്കെ, ബി കറക്റ്റ് ആണ്. സോ മൊബിലിറ്റി കുറയുമ്പോൾ നോക്കിക്കേ, സോ we know that conductivity is a function of mobility. Okay, so since mobility is inversely proportional to temperature, obviously conclusion endana? Conductivity is also inversely proportional to temperature. Conductivity is also inversely proportional to temperature. പക്ഷേങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് തന്നേക്കുന്നത്? കണ്ടക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഓബ്വിയസ്ലി സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ഇൻകറക്റ്റ്. Okay, statement A is incorrect. Okay, so statement B is correct and statement A is incorrect. So therefore option C ആണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് തിയറി ബേസ്ഡ് ആണ്. ഇന്നലെ ഞാൻ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിച്ച ചോദ്യമാണ്. ഇത് എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തായിരുന്നോ? യെസ് ഓർ നോ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തായിരുന്നോ? സോ ദാറ്റ് വാസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് വാസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡയറക്ട്ലി ക്ലാസ്സിൽ പഠിപ്പിച്ച പോയിന്റ് ഞാൻ അതുപോലെ ഇടുമായിരുന്നു ചെയ്തത്. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. സോ ഒന്ന് കോപ്പി ചെയ്തോട്ടെ. ഇത് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്തോളൂ. എക്സ്പ്ലനേഷൻ കോപ്പി ചെയ്തോളൂ. ഇത് ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് ഇത് കോപ്പി ചെയ്തോളൂ. ഇതാണ് എക്സ്പ്ലനേഷൻ. സോ തേർഡ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. ഈ വോൾട്ടേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ തന്നിട്ടുണ്ട്. 5 വോൾട്ട്സ് തന്നിട്ടുണ്ട്, ഇത് 4 വോൾട്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 4 വോൾട്ട്സ് ആണ്. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദിസ് വി. ഓക്കെ, സോ ഇത് 2 ഓം റെസിസ്റ്റർ ആണ്. ഓക്കെ, സോ ഓൾ ഓഫ് യു ടെൽ മീ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് എ 2 ഓം റെസിസ്റ്റർ? പറഞ്ഞേ, വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് എ 2 ഓം റെസിസ്റ്റർ? 4 വോൾട്ട്.
right? So the voltage across the 2 ohm resistor, voltage across a 2 ohm resistor is equal to 4 volt on. Okay, this 4 volt on. Okay, so therefore okay, so the same 4 volts, okay, same 4 volts will appear across this 2 ohm resistor. So this is nothing but 4 volt. Okay, now listen, okay, enike e circuit e loop നോക്കിക്കേ, if I start from this point, okay, if I start from this point, ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി തിരിച്ച് ഞാൻ ഈ പോയിന്റിലോട്ട് വരുവാണ്, റൈറ്റ്? സോ എത്ര എലിമെന്റ്സ് ഉണ്ട് ഈ ലൂപ്പിൽ എത്ര എലിമെന്റ്സ് ഉണ്ട് പറഞ്ഞേ, എത്ര എലിമെന്റ്സ് ഉണ്ട് ഈ ലൂപ്പിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 1 2 3 4, എത്ര എലിമെന്റ്സ് ഉണ്ട്? 4 എലിമെന്റ്സ് ഉണ്ട്, റൈറ്റ്? സോ നിങ്ങൾ KVL എഴുതുന്നതിന് മുന്നേ മേക്ക് ഷുവർ ദാറ്റ് you have marked the polarities across each and every element in the loop. Okay, ഈ ലൂപ്പിൽ 4 എലിമെന്റ്സ് ഉണ്ട്, 4 എലിമെന്റ്സിൻ്റെ അക്രോസ് ഉള്ള പൊലാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നോക്കിക്കേ, ഇതിൻ്റെ അക്രോസ് ഉള്ള പൊലാരിറ്റീസ് അറിയാം, ഇതിൻ്റെ അക്രോസ് ഉള്ള പൊലാരിറ്റീസ് അറിയാം, ഇതിൻ്റെ അക്രോസ് ഉള്ള പൊലാരിറ്റീസ് അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പൊലാരിറ്റീസ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ പൊലാരിറ്റീസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ നോക്കിക്കേ, ഇതും കൺക്ലൂഷനാണ്. ഡു നോട്ട് disturb the polarities given in the question. Okay, do not disturb the polarities given in the question. Okay, so it's just on the edikolu, do not disturb the polarities given in the question. Okay, so njan ini ippam polarities ഓരോ എലിമെൻറ്റിൻ്റെ അക്രോസ് പൊലാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ therefore നോക്കിക്കേ, ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് KVL എഴുതാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ KVL in the ഉള്ളിൽ KVL എഴുതാൻ പോവാണ്. സോ ടെൽ മീ, സോ ആദ്യം ദിസ് 4 വോൾട്ട് സോഴ്സ്, വാട്ട് സൈൻ ഷുഡ് ഐ അസോസിയേറ്റ് ടു ദിസ് 4 വോൾട്ട് പറഞ്ഞേ, ഇതിന് വാട്ട് സൈൻ ഷുഡ് ഐ അസോസിയേറ്റ്? സോ ഞാൻ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഐ ആം ട്രാവലിംഗ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ ദെയർഫോർ നെഗറ്റീവ് സൈൻ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, വോൾട്ടേജ് ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ ആണ്, വോൾട്ടേജ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആയിരിക്കും, റൈറ്റ്? പോസിറ്റീവ് സൈൻ ആയിരിക്കും, റൈറ്റ്? സോ നോക്കിക്കേ, വാട്ട് അബൌട്ട് ദിസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 2 ohm resistor പറഞ്ഞേ, voltage across 2 ohm resistor 4 volt ആണെന്ന് പറഞ്ഞു. നോക്കിക്കേ, I am traveling in this direction, I am moving in this direction. So therefore higher potential to lower potential, voltage drop ആണോ റൈസ് ആണോ? വോൾട്ടേജ് ഡ്രോപ്പ് ആണോ റൈസ് ആണോ? I am traveling in this direction, so voltage drop ആണ്. So therefore drop ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ, സോ -4, റൈറ്റ്? അടുത്തത് ഞാൻ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. നോക്കിക്കേ, ഐ ആം ട്രാവലിംഗ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ, വോൾട്ടേജ് റൈസ് ആണോ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? വോൾട്ടേജ് റൈസ് ആണോ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? നമ്മൾ പാസീവ് സൈൻ കൺവെൻഷൻ ഇന്നലെ പഠിച്ചായിരുന്നു, റൈറ്റ്? ഇവിടെ നോക്കിക്കേ, ഐ ആം ട്രാവലിംഗ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. സോ ഓബ്വിയസ്ലി വോൾട്ടേജ് റൈസ് ആണ്. വോൾട്ടേജ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആണോ നെഗറ്റീവ് സൈൻ ആണോ? നോക്കിക്കേ, പോസിറ്റീവ് സൈൻ. സോ +V, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ, റൈറ്റ്? സോ ദിസ് ഈസ് എ ലൂപ്പ്. സോ നോക്കിക്കേ, ഇവിടെ ഐ എം മൂവിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. അഗെയിൻ വോൾട്ടേജ് റൈസ് ആണ്. വോൾട്ടേജ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ. സോ +5 ഈസ് ഈക്വൽ ടു 0, റൈറ്റ്? സോ therefore നോക്കിക്കേ, V ഈസ് ഈക്വൽ ടു V -8 + 5 ഈസ് ഈക്വൽ ടു 0. സോ therefore V ഈസ് ഈക്വൽ ടു 3 വോൾട്ട്. ഓക്കെ, V ഈസ് ഈക്വൽ ടു 3 വോൾട്ട്സ്. ഓക്കെ, ആൻസർ 3 വോൾട്ട്സ് ആണ്. എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തില്ല. ഇന്നലെ ഞാൻ പഠിപ്പിച്ച KVL മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പാസീവ് സൈൻ കൺവെൻഷനും KVLും, അതിനപ്പുറം വേറെ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? ഈസ് ദാറ്റ് ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? പാസീവ് സൈൻ കൺവെൻഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, പൊലാരിറ്റീസ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്നലെ പഠിപ്പിച്ച പാസീവ് സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ നോക്കിക്കേ ഈ സൈൻസ് ഡിസൈഡ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് പാസീവ് സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ പാസീവ് സൈൻ കൺവെൻഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, കോപ്പി ചെയ്തോളൂ. ഇത് കോപ്പി ചെയ്ത് കഴിയുമ്പോൾ പറയണേ, പെട്ടെന്ന് പറയണേ.
ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കിക്കേ, വാട്ട് ഇസ് ദ കൺക്ലൂഷൻ? Do not disturb the polarities given in the question. Okay, do not disturb the polarities given in the question. ഈ polarities ഞാൻ നോക്കിക്കേ, ഈ polaritiesനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല, ഈ polaritiesനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. This is the conclusion to be learned from this problem. Okay, ഞാൻ എഴുതിക്കുന്ന conclusions, it is general conclusions you can apply to any circuit. Okay അല്ലേ? എഴുതി കഴിഞ്ഞോ? കോപ്പി ചെയ്ത് കഴിഞ്ഞോ? Yes or no? Okay. Okay. അടുത്ത ചോദ്യം, question number 4. Question number 4. Question number 4. So this is a circuit. ഇതാണ് നമ്മുടെ circuit. So 10 volt source, 2 ohm resistance. The magnitude of this current source is 5 amperes. And ഈ voltage ആണ് ചോദിച്ചേക്കുന്നത്. ഈ voltage ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ വോൾട്ടേജ് ആണ് ചോദിച്ചേക്കുന്നത്. എത്ര പേര് ഇത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്ന ചോദ്യം. അതായത് വി ഔട്ട് എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് നൗ ടെൽ മീ, ഡസ് ദ കറണ്ട് ഫ്ലോ ത്രൂ ദിസ് ബ്രാഞ്ച്? ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? യെസ് ഓർ നോ? ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? നോ. Right, so ഇതിലൂടെ 0 amperes ആയിരിക്കും. So it means that ഈ 5 ampere current ഇതിലെ current ഇല്ല. So obviously current has to flow through this branch. Okay, so this entire 5 amperes will flow through this branch. അല്ലേ? Yes or no? Yes or no? Okay, so നോക്കിക്കേ, ഇങ്ങനെയാണ് current flow ചെയ്യുന്നത്. ഈ 5 amperes current ആണ് ഇങ്ങനെ flow ചെയ്യുന്നത്. Okay, this is how the current flows in the circuit. Okay, ഇങ്ങനെയാണ് current flow ചെയ്യുന്നത്. Okay, now നോക്കിക്കേ, resistor, we know that resistor is a network element which absorbs energy always. Okay, it absorbs power always. Okay, resistor always absorbs power. Okay, so a network element which absorbs power, എങ്ങനെയാണ് current എങ്ങനെയായിരിക്കും flow ചെയ്യുന്നത്? When a network element absorbs power, current flows from higher potential to lower potential. നോക്കിക്കേ, ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് ഞാൻ പൊലാരിറ്റീസ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പോലെ പൊലാരിറ്റീസ് മാർക്ക് ചെയ്യുവല്ല, ഞാൻ പാസീവ് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ടാണ് പൊലാരിറ്റീസ് മാർക്ക് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ പഠിപ്പിച്ചായിരുന്നു, വെൻ ആ നെറ്റ്വർക്ക് എലിമെൻറ്റ് അബ്സോർബ്സ് പവർ, കറണ്ട് ഓൾവേസ് flows from higher potential to lower potential എന്ന് പറഞ്ഞായിരുന്നു. റൈറ്റ്, സോ നോക്കിക്കേ, കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ആൻഡ് ഐ നോ ദാറ്റ് റെസിസ്റ്റർ ഓൾവേസ് അബ്സോർബ്സ് പവർ. റൈറ്റ്, സോ ദെയർഫോർ നോക്കിക്കേ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ പൊലാരിറ്റീസ് മാർക്ക് ചെയ്തത്. ഹൗ മെനി ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പൊലാരിറ്റീസ് മാർക്ക് ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതും ഞാൻ പാസീവ് സൈൻ കൺവെൻഷൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. Did you understand this? ഈ പൊലാരിറ്റീസ് മാർക്ക് ചെയ്തത് മനസ്സിലായോ? യെസ് ഓർ നോ? പൊലാരിറ്റീസ് മാർക്ക് ചെയ്ത് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം. ലിസൺ, റെസിസ്റ്റർ, ഐ നോ ദാറ്റ് ഇറ്റ് അബ്സോർബ്സ് പവർ, ഇറ്റ് ഓൾവേസ് അബ്സോർബ്സ് പവർ. റൈറ്റ്, സോ പാസീവ് സൈൻ കൺവെൻഷൻ എന്താണ് പറയുന്നത്? പാസീവ് സൈൻ കൺവെൻഷൻ tells you that when a network element absorbs power, current flows from എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. നോക്കിക്കേ, ഈ 2 ohm റെസിസ്റ്റൻസിൻ്റെ അവിടെ നോക്കിക്കേ, ഇവിടെ പൊലാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. Now using these two information, I am going to mark the polarities. നോക്കിക്കേ, current always flows from higher potential to lower potential. Right, so നോക്കിക്കേ, now ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? I am going to write KVL in this particular loop. Right, so KVL എഴുതുന്നതിന് മുന്നേ എന്താണ്? We have to make sure that we have marked the polarities across every element in the loop. ഓക്കെ, ഈ ലൂപ്പിൽ നോക്കിക്കേ, ഞാൻ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി. നോക്കിക്കേ, ഒരു നെറ്റ്വർക്ക് എലിമെൻറ്റ്, 2, 3 നെറ്റ്വർക്ക് എലിമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് അക്രോസ് ഈച്ച് നെറ്റ്വർക്ക് എലിമെൻറ്റ് ഐ ഹാവ് മാർക്ക് ദ പൊലാരിറ്റീസ്. നോക്കിക്കേ, ഇവിടെ പൊലാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദെയർഫോർ ഞാൻ ഓൾറെഡി തൊട്ട് മുന്നലത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഡു നോട്ട് ഡിസ്റ്റർബ് ദ പൊലാരിറ്റീസ് ഗിവൻ ഇൻ
in the question. Okay, so ഇവിടെ polarities already question ൽ തന്നാണ്, so do not disturb it. Okay, so എനിക്ക് ഈ ലൂപ്പിലെ ഓരോ നെറ്റ്വർക്ക് എലിമെൻറ്റിൻ്റെ അക്രോസ് ഉള്ള polarities മാർക്ക് ചെയ്തു. Now I want you to write the KVL in the loop. Okay, KVL in the loop പറഞ്ഞേ, KVL in the loop പറഞ്ഞേ എന്തായിരിക്കും? ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് സേ ഈ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങുവാണ്. പറഞ്ഞേ 5 ആംപിയേഴ്സ് കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ഓം റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 5 ആംപിയർ കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ഓം റെസിസ്റ്റൻസ്. ഡ്രോപ്പ് എത്രയാണ്? സോ വോൾട്ടേജ് എത്രയാണ്? പറഞ്ഞേ 5 ആംപിയേഴ്സ് ഓഫ് കറണ്ട്, 5 ആംപിയേഴ്സ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ഓം റെസിസ്റ്റൻസ്. സോ ഓബ്വിയസ്ലി വോൾട്ടേജ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10 വോൾട്ട്സ് ആയിരിക്കും. Right, 10 volts on. Right, now I am traveling in this direction. Now I am traveling in this direction. Okay, now I am traveling in this direction. So നോക്കിക്കേ പറഞ്ഞേ എന്തായിരിക്കും? ലിസൺ, ഒരു ഡൗട്ടും കൂടി വരും. ഇപ്പോൾ ഒരു ഡൗട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഒരു ഡൗട്ട് വരും. ഞാൻ ആ ഡൗട്ട് അഡ്രസ്സ് ചെയ്യാം. നോക്കിക്കേ, ഞാൻ ഇങ്ങനെയാണ് ലൂപ്പ് എടുത്തേക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ദെയർ ഫോർ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ദെയർ ഫോർ വോൾട്ടേജ് റൈസ് ആണ്, വോൾട്ടേജ് റൈസ് ആണ്. സോ ദെയർ ഫോർ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ എന്തായിരിക്കും വരുന്നത്? പറഞ്ഞേ. പ്ലസ് ആണ്. റൈറ്റ്, സോ അപ്പം ഇപ്പോൾ സ്റ്റുഡൻസിന് ഡൗട്ട് വരും, സർ എങ്ങനെയാണ് റെസിസ്റ്ററിൻ്റെ അക്രോസ് വോൾട്ടേജ് റൈസ് വരുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ വരേണ്ടത്, വോൾട്ടേജ് റൈസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരും. റൈറ്റ്, സോ ലിസൺ, ഈ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് യു ഓൾവേസ് ടേക്ക് ദ ലൂപ്പ് ഡയറക്ഷൻ. ഇങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ഓൾസോ ടേക്ക് യുവർ ലൂപ്പ് ഡയറക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് നിങ്ങൾക്ക് ലൂപ്പ് ഇങ്ങനെയും എടുക്കാം. റൈറ്റ്, ഇങ്ങനെയും എടുക്കാം, തെറ്റൊന്നുമില്ല. റൈറ്റ്, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ 2 രീതിയിലും എടുത്ത് കാണിച്ചു തരാം. ഫൈനൽ ഇക്വേഷൻസ് വിൽ ബി ദ സെയിം. ഓക്കെ, എങ്ങനെ എടുത്താലും ഫൈനൽ ഇക്വേഷൻസ് വിൽ ബി ദ സെയിം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ആദ്യം ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് ക്ലോക്ക് വൈസ്. ഓക്കെ, ക്ലോക്ക് വൈസ് ലൂപ്പ് എടുക്കുവാണ്. ഓക്കെ, ക്ലോക്ക് വൈസ് ലൂപ്പ് എടുത്ത് കാണിച്ചു തരാം. സോ ആദ്യം ഞാൻ ക്ലോക്ക് വൈസ് ലൂപ്പ് എടുത്ത് കാണിച്ച് തന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ് ഞാൻ ലൂപ്പിൻ്റെ ഡയറക്ഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ക്ലോക്ക് വൈസ് ആണ് ലൂപ്പിൻ്റെ ഡയറക്ഷൻ എടുത്തേക്കുന്നത്. ക്ലോക്ക് വൈസ് എടുത്തപ്പോഴത്തേക്കിന് നോക്കിക്കേ, മൈനസ് പ്ലസ് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് റൈസ് ആണ്. സോ പോസിറ്റീവ്. റൈറ്റ്, ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് എന്താണ്? നോക്കിക്കേ, ഞാൻ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിന് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. പറഞ്ഞേ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. വോൾട്ടേജ് ഡ്രോപ്പ് ആണോ വോൾട്ടേജ് റൈസ് ആണോ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് റിമെമ്പർ ദിസ്, ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ, റൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ദിസ്, ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ, റൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ. സോ ഇവിടെ നോക്കിക്കേ, യു ആർ ട്രാവലിംഗ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ ദെയർഫോർ മൈനസ്, നോക്കിക്കേ എത്രയാണ് വോൾട്ടേജ്, എത്രയാണ് വി ഔട്ട്. റൈറ്റ്, നൗ തിരിച്ച് ഇങ്ങോട്ടേക്ക്. റൈറ്റ്, ഇവിടെ നെറ്റ്വർക്ക് എലിമെൻ്റ് ഒന്നുമില്ല. സോ കണക്റ്റിംഗ് വയർ ആണ്. വി നോ വോൾട്ടേജ് ഡ്രോപ്പ് എലോങ് എ കണക്റ്റിംഗ് വയർ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ദെയർഫോർ നോക്കിക്കേ, അടുത്ത നെറ്റ്വർക്ക് എലിമെൻറ്റ് ഇവിടെയാണ്. സോ ദെയർഫോർ നോക്കിക്കേ, യു ആർ മൂവിങ് ഫ്രം, പറഞ്ഞേ ഇത് വോൾട്ടേജ് റൈസ് ആണോ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? എത്രയാണ്? വോൾട്ടേജ് ഡ്രോപ്പ് ആണോ അതോ വോൾട്ടേജ് റൈസ് ആണോ? എത്രയാണ്? പറഞ്ഞ വാല്യൂ എത്രയാണ്? പ്ലസ് ആണോ മൈനസ് ആണോ? വോൾട്ടേജ് റൈസ് ആണ്. ബിക്കോസ് യു ആർ മൂവിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. സോ പ്ലസ് 10 is equal to 0. Plus 10 is equal to 0. Right? So therefore നോക്കിക്കേ, വി ഔട്ട് ഈസ് ഈക്വൽ ടു, നോക്കിക്കേ ഇനി അങ്ങോട്ടേക്ക് വിടുമ്പോഴത്തേക്കിന് 20 വോൾട്ട്സ് ആണ് കിട്ടുന്നത്. എല്ലാവർക്കും ഇതാണോ കിട്ടിയത്? യെസ് ഓർ നോ? ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു, ഈ ലൂപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. യു ക്യാൻ ടേക്ക് ഇറ്റ് ഈതർ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ or in anti-clockwise direction. Right? So ഞാനിപ്പം clockwise direction ഞാൻ കാണിച്ചു, anti-clockwise direction ഞാനിപ്പോൾ കാണിക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാനിതൊന്ന് കളഞ്ഞോട്ടെ. ഓക്കെ, ലിസൺ, സോ ഞാനിപ്പം ഈ കളറാണ്, ഈ ഡയറക്ഷനാണ് എടുക്കുന്നത്. ഓക്കെ, ആൻറ്റി-ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. സോ നോക്കിക്കേ, ഞാൻ നേരത്തെ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയത്. ഞാനിപ്പം ഇവിടുന്ന് തുടങ്ങാൻ പോവാണ്. ഇവിടുന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്.
ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ലിസൺ, നിങ്ങൾ യു ജസ്റ്റ് ബ്ലൈൻഡ്ലി അപ്ലൈ പാസീവ് സൈൻ കൺവെൻഷൻ, വേറെ ഒന്നും നോക്കണ്ട, യു ജസ്റ്റ് ബ്ലൈൻഡ്ലി അപ്ലൈ പാസീവ് സൈൻ കൺവെൻഷൻ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാസീവ് സൈൻ കൺവെൻഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, പൊലാരിറ്റീസ് മാർക്ക് ചെയ്യുന്നതിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നോക്കിക്കേ, ഞാൻ ലൂപ്പിൻ്റെ ഡയറക്ഷൻ മാറ്റി. ഓക്കെ, ഞാനിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ലൂപ്പ് എടുത്തേക്കുന്നത്. സോ നോക്കിക്കേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു. പറഞ്ഞേ, I am moving from higher potential to lower potential. I am moving from higher potential to lower potential. Voltage drop ആണോ റൈസ് ആണോ? പറഞ്ഞേ, വോൾട്ടേജ് ഡ്രോപ്പ് ആണോ റൈസ് ആണോ? ഡ്രോപ്പ് ആണോ റൈസ് ആണോ? പറഞ്ഞേ, ഡ്രോപ്പ് ആണ്. ഓക്കെ, സോ ഡ്രോപ്പ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ. എത്രയാണ് വോൾട്ടേജ്? എത്രയാണ്? 5 × 2 എത്രയാണ്? -10 ആണ്. റൈറ്റ്, -10 ആണ്. നൗ അടുത്തത് നോക്കിക്കേ, ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. നോക്കിക്കേ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് റൈസ് ആണോ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ അഗെയിൻ മൈനസ്. ഓക്കെ, എത്രയാണ് വോൾട്ടേജ്? എത്രയാണ്? 10 വോൾട്ട്സ്, -10. റൈറ്റ്, നൗ തിരിച്ച് ഇങ്ങോട്ടേക്ക്. റൈറ്റ്, നോക്കിക്കേ, മൈനസും പ്ലസും. നോക്കിക്കേ, ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. പറഞ്ഞേ, യു ആർ മൂവിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. വോൾട്ടേജ് റൈസ് ആണോ ഡ്രോപ്പ് ആണോ? റൈസ് ആണോ ഡ്രോപ്പ് ആണോ? ഓബ്വിയസ്ലി റൈസ് ആണ്. സോ പ്ലസ് വി ഈസ് ഈക്വൽ ടു 0. നോക്കിക്കേ, വി എത്രയാണ് കിട്ടിയത്? സോ സെൻഡ് ദിസ് -20 ടു ദ അതർ സൈഡ്, 20 വോൾട്ട്സ്. നോക്കിക്കേ, വി ഹാവ് എൻഡഡ് അപ്പ് വിത്ത് ദ സെയിം ആൻസർ. ഓക്കെ, സോ ഏത് ലൂപ്പ് എടുത്താലും യു എൻഡ് അപ്പ് വിത്ത് ദ സെയിം ആൻസർ. ഓക്കെ, ഏത് ലൂപ്പ് എടുത്താലും യു എൻഡ് അപ്പ് വിത്ത് ദ സെയിം ആൻസർ. നിങ്ങൾക്ക് നോക്കിക്കേ, ഞാൻ അതാണ് പറയുന്നത്, അപ്ലൈ പാസീവ് സൈൻ കൺവെൻഷൻ ബ്ലൈൻഡ്ലി. പാസീവ് സൈൻ കൺവെൻഷൻ നിങ്ങൾ അത് ആ ബേസ് നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, പാസീവ് സൈൻ കൺവെൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൂപ്പ് ക്ലോക്ക് വൈസ് എടുത്തോളൂ, ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തോളൂ, യു വിൽ എൻഡ് അപ്പ് വിത്ത് ദ സെയിം ആൻസർ. ഈസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ഇത്? കോപ്പി ചെയ്തോളൂ. ക്ലോക്ക് വൈസ് ലൂപ്പ്, ആൻറ്റി ക്ലോക്ക് വൈസ് ലൂപ്പ്. സോ ലിസൺ, ഇവിടെ യു ഹാവ് കാൽക്കുലേറ്റഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് അക്രോസ് എവറി എലിമെൻറ്റ്. ഇതിനകത്തിൽ ഇപ്പം 3 എലിമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 3 എലിമെൻറ്റ്സ് ഉണ്ട്. സോ ഇത് ഞാൻ ഒന്ന് കളയുവാണ്. ഓക്കെ, 3 എലിമെൻറ്റ്സ് ഉണ്ട്. 3 എലിമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു 10 വോൾട്ട് സോഴ്സ് ഉണ്ട്, ഒരു 5 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെ എലിമെൻറ്റ്സ്? ഓക്കെ, കാൽക്കുലേറ്റ് പവർ അക്രോസ് ഈച്ച് ആൻഡ് എവറി എലിമെൻറ്റ്. ഓക്കെ, പവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് അബ്സോർബിങ് പവർ ഓർ ഡെലിവറിങ് പവർ. ഒന്ന് പറഞ്ഞേ, 10 വോൾട്ട് സോഴ്സ് അക്രോസ് ഉള്ള പവർ എത്രയാണ്? പവർ അക്രോസ് എ 10 വോൾട്ട് സോഴ്സ്, ജസ്റ്റ് എ മിനിറ്റ്, പവർ അക്രോസ് എ 10 വോൾട്ട് സോഴ്സ്. പറഞ്ഞേ, 10 വോൾട്ട് സോഴ്സ്. കറണ്ട് എത്ര വോൾട്ട്? എന്താണ് പവർ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. സോ ദെയർഫോർ വോൾട്ടേജ് എത്രയാണ്? 10 ആണ്. കറണ്ട് എത്രയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, 5 ആണ്. സോ ദെയർഫോർ 50 വാട്ട് ആണ്. നൗ ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് അബ്സോർബിംഗ് ഓർ ഡെലിവറിംഗ് പവർ. ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് അബ്സോർബിംഗ് ഓർ ഡെലിവറിംഗ് പവർ. നോക്കിക്കേ, എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ നോക്കണം. Okay, current is flowing from higher potential to lower potential. Current is flowing from higher potential to lower potential. So passive sign convention says that when a network element absorbs power, current flows from higher potential to lower potential. Okay, current is flowing from higher potential to lower potential. So therefore it is absorbing power. മനസ്സിലാവുന്നുണ്ടോ? Yes or no? മനസ്സിലാവുന്നുണ്ടോ? So similarly, do it for the other 2 elements. അതായത് power across a 5 ampere current source, power across a 2 ohm resistor. പറഞ്ഞേ, 5 ആംപിയർ കറണ്ട് സോഴ്സിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നിങ്ങൾ കണ്ടുപിടിച്ചു, 20 വോൾട്ട്സ് ആണ്. സോ 20 ഇൻറ്റു നോക്കിക്കേ, കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. സോ 5 ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 5, 100 വാട്ട് ആണ്. പറഞ്ഞേ, ഇത് പവർ ഡെലിവറി ചെയ്യുവാണോ അതോ അബ്സോർബ് ചെയ്യുവാണോ? നോക്കിക്കേ, look at the current source, current flow through the current source. നോക്കിക്കേ, ഇതാണ് പൊലാരിറ്റീസ് across the current source. കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? നോക്കിക്കേ, it is flowing from lower potential to higher potential. So when a network
element delivers power, when a network element delivers power, current through it flows from lower potential to higher potential. Passive sign convention. Listen, നോക്കിക്കോണം, ഞാൻ പാസീവ് സൈൻ കൺവെൻഷൻ ഒരു ക്ലാസ്സിൽ എത്ര തവണ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ എവറി സർക്യൂട്ട് ഞാൻ ഇനിഷ്യലി പാസീവ് സൈൻ കൺവെൻഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഗ്രാജുവലി അങ്ങോട്ടേക്ക് പോകുന്ന അനുസരിച്ച് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പൊലാരിറ്റീസും കറണ്ട് ഡയറക്ഷൻസും നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്ത് അങ്ങ് പോകും. റൈറ്റ്? സോ ലിസൺ, master your skill in passive sign convention. ഓക്കെ, സോ പാസീവ് സൈൻ കൺവെൻഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സർക്യൂട്ട് തന്നാലും ആദ്യം നിങ്ങൾ പാസീവ് സൈൻ കൺവെൻഷൻ വെച്ചിട്ട് പൊലാരിറ്റീസും കറണ്ട് ഡയറക്ഷൻസും മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് നോക്കണം. ഓക്കെ, ലിസൺ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഡെലിവറി. കാരണം കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം, നോക്കി കറണ്ട് ഡയറക്ഷൻ മേളിലോട്ടാണ്. ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം, നോക്കിക്കേ, ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. റൈറ്റ്? സോ therefore it is delivery. Okay, therefore it is delivery. നോക്കിക്കേ, 2 ohm resistance നോക്കിക്കേ, വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട്, വോൾട്ടേജ് എത്രയാണ്? 5 × 2. ഇവിടെ ഞാൻ ഓൾറെഡി എഴുതി 10 ആണ്. ഓക്കെ, 10 ഇൻറ്റു കറണ്ട് എത്രയാണ്? 5 ആണ്. സോ therefore 50 watt ആണ്. റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിൻ്റെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഓൾവേസ് അബ്സോർബ്സ് പവർ. സോ therefore it is absorbed. Right? So ഇവിടെ you can clearly see that 5 ampere current is delivering power. 5 ampere current is delivering power and 10 volt source is, so after solving this circuit എന്താണ് conclusion എന്താണ്? 5 ampere current source is delivering power. Okay, 5 ampere current source is delivering power, whereas 10 volt source and 2 ohm resistance are absorbing power. Okay, listen, I will tell you a very interesting fact. Okay, ഇന്നലെ എന്നോടൊരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ഒരു ഹോംവർക്ക് പ്രോബ്ലം ബേസ് ചെയ്തിട്ടായിരുന്നു ഡൗട്ട്. ഓക്കെ, സോ ആ സ്റ്റുഡൻറ്റ് ചോദിച്ചത്, സർ സോഴ്സസ് എപ്പോഴും പവർ ഡെലിവർ ചെയ്യുമല്ലേ? ഓക്കെ, ആ സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട് ഇതായിരുന്നു. ഓക്കെ, ലിസൺ, ദിസ് ഈസ് എ ജനറൽ മിസ്കൺസെപ്ഷൻ എമോങ് ദ സ്റ്റുഡൻസ്. ഓക്കെ, ഞാനിനിയിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഈസ് എ ജനറൽ മിസ്കൺസെപ്ഷൻ എമോങ് ദ സ്റ്റുഡൻസ്. എന്താണ് സ്റ്റുഡൻസ് വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഴ്സസ്, ഓക്കെ, അതായത് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ഓൾവേസ് ഡെലിവർ പവർ എന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്, വിച്ച് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, which is not true. Okay, voltage sources and current sources always deliver power എന്നാണ് സ്റ്റുഡൻസിൻ്റെ ധാരണ, which is a general misconception among the students. This is not true. നിങ്ങൾക്ക് നോക്കിക്കേ, you can look at this particular example. ഞാൻ എന്താണ് പറഞ്ഞത് നോക്കിക്കേ, 5 ampere current, 5 ampere, sir. Okay, listen. So what is a misconception? സ്റ്റുഡൻസിൻ്റെ ധാരണ എന്താണ്? വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ഓൾവേസ് ഡെലിവർ പവർ എന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്, വിച്ച് ഈസ് നോട്ട് ട്രൂ. റൈറ്റ്? സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. നോക്കിക്കേ, ഈ നാട്ടിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്. ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ കറണ്ട് സോഴ്സ് ഈസ് ഡെലിവറിങ്. റൈറ്റ്? ഓക്കെ, ഡെലിവർ ചെയ്യുന്നത് കറണ്ട് സോഴ്സ് ആണ്. ഓക്കെ, ഡെലിവർ ചെയ്യുന്നത് കറണ്ട് സോഴ്സ് മാത്രമാണ്. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് അബ്സോർബിങ്. ഓക്കെ, സോ therefore I can make this statement that, നോക്കിക്കേ, വോൾട്ടേജ് സോഴ്സസ് ആൻഡ് കറണ്ട് സോഴ്സസ്, they can deliver power as well as absorb power. Okay, they can deliver power as well as they can absorb power. Is that clear? മനസ്സിലാവുന്നുണ്ടോ? 10 volt source നോക്കിക്കേ, നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്നത് എന്താണ്? ഈ രണ്ട് സോഴ്സസും ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ സ്റ്റുഡൻസ്, ജസ്റ്റ് ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുവാണ്. ബ്രേക്കല്ല, ഞാൻ എങ്ങും പോകുന്നില്ല. മനു സാറ്, നമ്മുടെ ഡയറക്ടർ CEO, നിങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സാറ് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കാണ്, അപ്പം പെട്ടെന്ന് നിങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സാറിൻ്റെ കൺവീനിയൻസ് നോക്കിയിട്ട് സാറ് വന്നത്. അപ്പോൾ സാറ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സോ സാറ് പറഞ്ഞ പോലെ, ലിസൺ, ഉദ്ദേശം നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നിങ്ങളെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, സോ ഗ്രാജുവലി ലൈഫിൽ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വരാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവണം. ലൈഫിൽ ഒരു ബേസാണ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ലൈഫിൽ നിങ്ങൾ ഇനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനുള്ള
ആ ഒരു എബിലിറ്റിയാണ് ഞങ്ങൾ മെയിൻ ഒബ്ജക്റ്റീവ് അതാണ്. ഓക്കെ, സോ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക. ഇത് ഈ ഒരു പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിലോ 100 എന്ന് പറയുന്നത് ഭയങ്കര ആനക്കാര്യമൊന്നുമല്ല. ഓക്കെ, ചെറിയ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി വേണം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മൾ കുറേ പിള്ളേരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈഷ്ണവ് 5th റാങ്കാണ്. ഓക്കെ, 2021 22 രോഹിത് 26, അശ്വിൻ 20, ഓക്കെ, ആതിര 126. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻസ് നമ്മുടെ CETയിലെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു 222. ഓക്കെ, 222. ഓക്കെ, സോ ഇങ്ങനെ കുറേ പിള്ളേരുണ്ട്, കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അവരുടെ സ്റ്റോറീസ് എല്ലാം അവർ ഏതൊക്കെ സ്ട്രാറ്റജീസാണ് ഫോളോ ചെയ്തത്, എന്തൊക്കെയായിരുന്നു അവർ യൂസ് ചെയ്ത അവരുടെ റൊട്ടീൻ എന്തായിരുന്നു, അവരുടെ പ്രാക്ടീസ് എങ്ങനെയായിരുന്നു, കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇവരെ ഏതെങ്കിലും സമയത്ത് ഞാൻ നേരിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഞാൻ CETയിൽ പോയപ്പോഴത്തേക്കും വൈഷ്ണവ് വന്നായിരുന്നു, സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്തായിരുന്നു. ഓക്കെ, സോ ഇതിനകത്തിലിപ്പം CET സ്റ്റുഡൻസ് അല്ലാണ്ട് വേറെ സ്റ്റുഡൻസും ഉള്ളത് കൊണ്ട് പറയുവാണ്. സോ ഈ സ്റ്റുഡൻസിനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ വലിയ പാടൊന്നുമില്ല, ഡെയിലി 2 hours മതി. ഓക്കെ, ഡെയിലി 2 hours മതി. ഈ പറഞ്ഞ സ്റ്റുഡൻസ് എല്ലാം അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ഈ പ്രോസസ്സ് എപ്പോഴാണ് വർക്കൗട്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഡിസയർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കണം. ഓക്കെ, അത് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഫൈനൽ ഇയർ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിന് ഒരു ബിലോ 100 റാങ്ക്, ഓക്കെ, ബിലോ 100 റാങ്കും കൊണ്ട് വെളിയിൽ ഇറങ്ങണമെന്നുള്ളൊരു ആ ഡിസയർ ഉണ്ടല്ലോ, അത് എത്രയും സ്ട്രോങ് ആയിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഫോക്കസ് ഇതിൽ മാത്രം വെക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഡിസയറിൻ്റെ ഇൻറ്റൻസിറ്റി, ഓക്കെ, അതാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ സിൻസിയറായിട്ട് എഫേർട്ട് ഇടാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ സാറ് പറഞ്ഞല്ലോ, അതായത് ഓഫ്ലൈൻ സ്റ്റുഡിയോ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ പിള്ളേർക്ക് നേരിട്ട് വന്ന് സ്റ്റുഡൻസിന് നേരിട്ട് വന്ന് ടീച്ചറിനെ കണ്ട് സംസാരിച്ച് അടുത്തുള്ള സ്റ്റുഡൻസ് എല്ലാവരും പഠിക്കുമ്പോഴത്തേക്കും ഒരു കോമ്പറ്റേറ്റീവ് ഫീല് കിട്ടും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും പഠിച്ചു തുടങ്ങും. ഓക്കെ, ആ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ് ഇത്രയും എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഇനിഷ്യേറ്റീവിന് ഇറങ്ങുന്നത്. ഓക്കെ, സോ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സാറ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ഗേറ്റിന് ഇപ്പം നിങ്ങൾക്ക് ട്രെൻഡ് കാണുവാണെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ കോമ്പറ്റീഷൻ കുറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഗേറ്റ് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും കുറയുന്നില്ല. അത് PSUസിൽ വരുന്ന ജോബ് റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് കാണുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഗേറ്റ് ത്രൂ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസ്, ഓക്കെ, വേക്കൻസീസ് അത് കുറയുന്നില്ല. അത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക് യു ക്യാൻ ഓൾസോ നോക്കിക്കേ, IASൽ AI ചെയ്ത് ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആവറേജ് പാക്കേജ് കിട്ടുന്നത് 30 to 35 lakhs ആണ്. ആവറേജ് പാക്കേജാണ്. വൈഷ്ണവിൻ്റെ ക്ലാസ്സിൽ ടോപ്പ് 70 lakhs ആയിരുന്നു കിട്ടിയത്, 70 lakhs per annum. വൈഷ്ണവിന് 40 lakhs per annum ആണ്. ഓക്കെ, 21 ഗേറ്റ് എഴുതി 23 ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ 2 മാസം കൂടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവൻ ഓൾറെഡി പ്ലേസ്ഡ് ആയി 40 lakhs per annum ആണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ചെയ്യുന്നത്. ഓക്കെ, രോഹിത് കമ്മ്യൂണിക്കേഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും എക്സ്പോഷർ കിട്ടുന്നുണ്ട് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കിന്. ഇപ്പം CETയിൽ നമ്മൾ കണ്ടു, അതായത് ഏറ്റവും ടോപ്പ് പാക്കേജ് വന്നേക്കുന്നത് 34 lakhs per annum ആണ്. ഓക്കെ, മറ്റേടത്ത് IASൽ ക്ലാസ് ആവറേജ് ആണ് 35 lakhs per annum. ക്ലാസ് ആവറേജ് ആണ് 35 lakhs per annum. ഓക്കെ, ഞാൻ CET മോശമാണെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഗേറ്റ് അത്രയും നിങ്ങൾക്ക് എക്സ്പോഷർ വരുന്നുണ്ട്. ഓക്കെ, അത്രയും, അതായത് IASൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ വേറെ ലെവൽ ആൾക്കാരായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ലെവലിലോട്ട് എത്തിപ്പെടും. ഓക്കെ, സോ ഞാൻ അതാണ് പറയുന്നത്, ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി.
Okay, don't miss this opportunity. End doubts, end undengilum, you can call me at any time and you can clear your doubts. Okay, so ee കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളൂ. And എനിക്ക് എല്ലാവരെയും നാളെയും കാണണം. ഓക്കെ, ഇന്ന് വന്ന സ്റ്റുഡൻസ് എല്ലാവരും നാളെയും കാണണം. ഓക്കെ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഓക്കെ, ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദ സെഷൻ. ഓക്കെ, സോ എവിടെയായിരുന്നു നമ്മൾ നിർത്തിയത്? Okay, so we were discussing about a general misconception. Okay, so among students there is a general misconception that the sources, voltage sources and current sources are always meant for delivering power. Okay, this is a general misconception. Adu tettana. Okay, nokkike ivide 5 ampere current source is delivering power, whereas 10 volt voltage source is absorbing power. Okay, so therefore ഞാൻ general statement പറയുവാണ്. അതായത് the sources has the ability to deliver power as well as absorb power. Okay, so ഞാൻ ഇവിടെ statement എഴുതുവാണ്. The sources okay, I'll use a different ink. Sources have the ability to deliver power as well as absorb power. Okay, ഇവിടെ sources എന്ന് പറയുമ്പോഴത്തേക്കും it can be either voltage source or current source. So sources have the ability to deliver power as well as absorb power. Listen this statement. Okay, ഇത് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ ആണ് ഇത്. ഓക്കെ, സോഴ്സസ് ഹാവ് ദ എബിലിറ്റി ടു ഡെലിവർ പവർ ആസ് വെൽ ആസ് അബ്സോർബ് പവർ. ഓക്കെ, ആസ് വെൽ ആസ് അബ്സോർബ് പവർ. അതാണ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഓക്കെ, ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കോപ്പി ചെയ്തോളൂ. സോഴ്സസ് ഹാവ് ദ എബിലിറ്റി ടു ഡെലിവർ പവർ ആസ് വെൽ ആസ് അബ്സോർബ് പവർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആൻഡ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ലിസൺ, ഞാൻ പറഞ്ഞു ഇതിനകത്തിൽ 10 8 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, 10 8 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഗേറ്റ് തന്നെയാണ്. 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇട്ടത്. അതിനകത്തിൽ ഒന്ന് കണ്ടക്ടിവിറ്റി മൊബിലിറ്റി തമ്മിലുള്ള റിലേഷൻ, കണ്ടക്ടിവിറ്റി മൊബിലിറ്റി ടെമ്പറേച്ചർ, അത് ഞാനിട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ ഇത് നോക്കിക്കേ. സോ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കോണം. This question is completely based on passive sign convention, nothing else. Okay, നോക്കിക്കോണം. This is 60 volt, 12 amperes and 20 volts, and the magnitude of this current source is I. Okay, magnitude of the current source is I. Okay, അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ it is known that the 60 volt source is absorbing power. Okay, it is given that the 60 volt source is absorbing power. It is given that our question already mentioned ചെയ്തിട്ടുണ്ട് that 60 volt source is absorbing power. So if that is the case, then which of the following can be the value of current I? Okay, so which of the following can be the value of current I? Options എന്തൊക്കെയായിരുന്നു? 10 ampere, 13 amperes, 15 amperes and 18 amperes. Okay, 10 amperes, 13 amperes, 15 amperes and 18 amperes. Okay, so how many of you have answered this question correctly? Parne, how many of you have answered this question correctly? Okay, very good. Okay, very good. Okay, so നോക്കിക്കോണം. അവർ okay, this is 12 amperes, right? So ഇത് 12 amperes ആണ്. So ഇവിടെ നോക്കിക്കേ, this path is closed, so therefore 12 amperes ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ 12 amperes. സോ ഇതും 12 amperes ആണ്, റൈറ്റ്? സോ നോക്കിക്കേ,
സോ ഈ ഒരു ലൂപ്പിൽ നോക്കിക്കേ ഈ ഒരു ബ്രാഞ്ചിൽ 12 ആംപിയേഴ്സ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഓബ്വിയസ്ലി വെൻ ഇറ്റ് റീച്ചസ് ദിസ് പെർട്ടിക്കുലർ നോഡ് നോക്കിക്കേ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് ഐ ആണ്, ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് എനിക്ക് അറിയത്തില്ല. ഐ വിൽ കോൾ ഇറ്റ് ആസ് I1. ഓക്കെ, ഐ വിൽ കോൾ ഇറ്റ് ആസ് ഐ വിൽ കോൾ ഇറ്റ് ആസ് I1. ഓക്കെ, ഐ വിൽ കോൾ ഇറ്റ് ആസ് I1. ഓക്കെ 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 ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറണ്ട് എനിക്കറിയത്തില്ല. അതിൻ്റെ ഡയറക്ഷൻ ഞാൻ റാൻഡമായിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നോക്കിക്കേ, എനിക്ക് ഡൗൺവേർഡ്സ് ആണോ പോകുന്നത് അപ്വേർഡ്സ് ആണോ പോകുന്നത് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കൺഫ്യൂഷനിലാണ്. ഓക്കെ, പക്ഷേ ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് എനിക്കറിയാം, കാരണം ഇവിടെ ഓൾറെഡി ഡയറക്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ബ്രാഞ്ചിൽ ഐ ആം നോക്കിക്കേ ഒരു ചെറിയ ആംബിഗ്യൂറ്റി ഉണ്ട്. അതായത് കറണ്ട് താഴോട്ടേക്കാണോ പോകുന്നത് അതോ മേളിലോട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, സോ ആ കേസിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഐ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കിക്കേ, ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് 60 volt source is absorbing power. Okay, according to passive sign convention, when a network element absorbs power, current flows from എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? current flows from എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? പറഞ്ഞേ, എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, റൈറ്റ്? സോ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ദെയർഫോർ നോക്കിക്കേ, ഇത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ ദെയർഫോർ ഈ പോസിബിലിറ്റി ഇല്ല. സോ ദെയർഫോർ ഞാൻ ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കറണ്ട് താഴോട്ടേക്കാണോ അതോ മേളിലോട്ടേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ആംബിഗ്യൂറ്റി മാറ്റാനായിട്ട് ഐ ആം മേക്കിംഗ് യൂസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞേക്കുന്നത്? ദ 60 volt source is absorbing power. Now from passive sign convention എനിക്കറിയാം, when a network element absorbs power, current through it always flows from higher potential to lower potential. നോക്കിക്കേ, now we can നോക്കിക്കേ, with authority I can mark the direction of current flowing through this particular branch. Okay, so 12 amperes of current രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, 12 amperes of current രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. So therefore നോക്കിക്കേ, this I can it be greater than 12 amperes? Can it be greater than 12 amperes? This can it be greater than 12 amperes? ഈ 12 amperes കറണ്ട് വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, റൈറ്റ്? സോ ഈ ബ്രാഞ്ചിലൂടെ ഡയറക്ഷൻ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു, താഴോട്ടേക്കാണ്, റൈറ്റ്? നൗ ക്യാൻ ദ കറണ്ട് can it be greater than 12 amperes ആണോ? നോ, റൈറ്റ്? സോ ദിസ് ഷുഡ് ബി ലെസ് ദാൻ 12 amperes. കാരണം നോക്കിക്കേ, ഈ കറണ്ട് 12 amperes വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. സോ ഓബ്വിയസ്ലി നോക്കിക്കേ, ഒരിക്കലും ദിസ് cannot be greater than 12 amperes. Now look at the options B, C, D. All the three options are greater than 12 amperes. B, C, D. All the options are greater than 12 amperes. So therefore option A is the most suitable answer. നോക്കിക്കേ, എന്താണ് പറഞ്ഞേക്കുന്നത്? Which of the following can be the value of I എന്നാണ് പറഞ്ഞത്. ഓക്കെ, which of the following can be the value of I എന്നാണ് പറഞ്ഞത്, റൈറ്റ്? സോ all the other three options, ഇത് എന്തായാലും I cannot take any of these values, 13 amperes, 15 amperes, 18 amperes, because all these values are greater than 12 amperes, right? So therefore the answer is 10 amperes, right? So നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസിൽ പാസീവ് സൈൻ കൺവെൻഷൻ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ? ഈ ബ്രാഞ്ചിൽ കറണ്ട് ഡയറക്ഷൻ ഫിക്സ് ചെയ്തത് മനസ്സിലായോ? ഈ ബ്രാഞ്ചിൽ, അതായത് 60 volt സോഴ്സിലൂടെ കറണ്ട് ഡയറക്ഷൻ ഫിക്സ് ചെയ്തത്, ഡിസൈഡ് ചെയ്തത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ 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 സോ ഓക്കെ ഓക്കെ ഇനി 5 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ, ഇതിനകത്തിൽ പ്രത്യേകിച്ചൊന്നും എഴുതാനില്ലായിരുന്നു, ജസ്റ്റ് പാസീവ് സൈൻ കൺവെൻഷൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. സോ ക്യാൻ ഐ മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം എടുക്കട്ടെ? ഓക്കെ, ഈ ഞാൻ രാവിലെ ഇട്ട ടെസ്റ്റിൽ ടഫ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യമാണ്. ഇത് കുറച്ച് ടഫാണ്. ഓക്കെ, ഇത് കുറച്ച് ടഫാണ്, ടഫല്ല, കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യതയുള്ളത് ഈ ചോദ്യമാണ്. ഓക്കെ, സോ ലിസൺ ടു ദിസ് ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സോ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അനദർ വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇതാണ് തന്നേക്കുന്നത്.
and current flowing, so ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 10 ആംപിയേഴ്സ് ആണ്. 10 ആംപിയേഴ്സ് ആണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് 8 ആംപിയേഴ്സ് ആണ്. ഓക്കെ, the magnitude of this voltage source 100 volts ആണ്, 80 volts and this one is 15 volts. ഓക്കെ, സോ ഒരു ബാറ്ററി നോക്കിക്കേ, ഒരു ഡി സി സോഴ്സിനെ നിങ്ങൾക്ക് പല രീതിയിൽ കാണിക്കാം. ഓക്കെ, പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. സോ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഞാൻ റെപ്രസെൻറ്റേഷൻസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതാണ്. ഓക്കെ, ഒന്ന് ഇതാണ്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തത് ഇത് മാത്രമായിരുന്നു. ഓക്കെ, ഈ റെപ്രസെൻറ്റേഷനിൽ പൊലാരിറ്റീസ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ബാറ്ററിയുടെ സിമ്പിൾ, സർക്യൂട്ട് സിമ്പിൾ ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. സോ ഹൗ ഡു യു മാർക്ക് ദ പൊലാരിറ്റീസ്? സോ നോക്കിക്കേ, യു ഹാവ് എ ലോങ്ങർ പ്ലേറ്റ് ആൻഡ് എ ഷോർട്ടർ പ്ലേറ്റ്. സോ ലോങ്ങർ പ്ലേറ്റിൽ ഏത് സൈൻ ആയിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞേ? ഏത് സൈൻ ആയിരിക്കും പറഞ്ഞേ? ഏത് സൈൻ ആയിരിക്കും? പ്ലസ് ആയിരിക്കും. റൈറ്റ്, സോ ദിസ് വിൽ ബി plus and this will be minus. Okay, so these are different representations of your DC voltage source. Okay, inganeyum kanikkum, illa ennundengil nokkike inganeyum kanikkum, right? So all of them represents a DC voltage source. Okay, all of them represents a DC voltage source. DC voltage source inde pala circuit symbols aanu ee kaanichekkunnu. Okay, all of them mean the same. Okay, so either 15 volts ആണ്, 80 volts, so 100 volts. Okay, so therefore ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്നുള്ള അസംഷനിലാണ്. അഥവാ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നോക്കിക്കേ, so these are the different circuit symbols of DC source. Okay, so നോക്കിക്കേ, you have a longer plate, so therefore plus, and shorter plate, so therefore minus. Okay, so all these are different symbols of voltage source. Okay, so നോക്കിക്കോണം, ഇങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻസ് തന്നേക്കുന്നത്. ഒരു മിനിറ്റ്, കറണ്ട് ഡയറക്ഷൻസ് കറക്റ്റ് അല്ലേ? ഓക്കെ, 10 ആംപിയേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് ആൻഡ് 8 ആംപിയേഴ്സ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ നോക്കിക്കേ, 10 ആംപിയേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ഓബ്വിയസ്ലി ഇങ്ങോട്ടേക്ക് എത്രയാണ് കറണ്ട് പോകുന്നത് പറഞ്ഞേ? 10 ആംപിയേഴ്സ് ഇവിടം വരെ വന്നിട്ട് നോക്കിക്കേ, ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2. ഓക്കെ, ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2 ബ്രാഞ്ചസ്. സോ ദെയർഫോർ ഈ കറണ്ട് എത്ര ആയിരിക്കും? സോ കോമൺ സെൻസ് ടെൽസ് യു ദാറ്റ് ദിസ് ഇസ് 2 ആംപിയേഴ്സ്. റൈറ്റ്, കോമൺ സെൻസ് ടെൽസ് യു ദാറ്റ് ദിസ് ഇസ് 2 ആംപിയേഴ്സ്. റൈറ്റ്, നൗ സേ എനിക്ക് 3 വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? 100 വോൾട്ട് സോഴ്സ് ഉണ്ട്, 80 വോൾട്ട് സോഴ്സ് ഉണ്ട്, 15 വോൾട്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഫൈൻഡ് ഔട്ട് ദ പവർ across each voltage source. So 100 volt source, power across 80 volt source, power across 15 volt source. പറഞ്ഞേ, സോ എല്ലാത്തിൻ്റെയും വോൾട്ടേജ് എനിക്കറിയാം. വോൾട്ടേജ് ഇസ് നത്തിങ് ബട്ട് ഇവിടെ 100 ആണ്, ഇവിടെ 80 ആണ്, ഇവിടെ 15 ആണ്. റൈറ്റ്, പവർ ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, സോ ഇൻ ടു കറണ്ട് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. 100 വോൾട്ട് സോഴ്സിലൂടെ കറണ്ട് എത്രയാണ് നോക്കിക്കേ? 100 വോൾട്ട് സോഴ്സിലൂടെ 10 ആണ്. ഓക്കെ, 10 ആണ് കറണ്ട്. ഓക്കെ, 80 വോൾട്ട് സോഴ്സിലൂടെ കറണ്ട് എത്രയാണ്? 8 ആംപിയേഴ്സ് ആണ്. ഓക്കെ, 15 വോൾട്ട് സോഴ്സിലൂടെ കറണ്ട് എത്രയാണ്? 2 ആംപിയേഴ്സ് ആണ്. ഓക്കെ, കറണ്ട് 2 ആംപിയേഴ്സ് ആണ്. സോ ദെയർഫോർ ഇത് എത്ര ആയിരിക്കും? This is nothing but 1000. Okay, this is nothing but 1000. This is nothing but 640. Okay, this is nothing but 640 and this is nothing but 30. Okay, this is nothing but 30. Okay, magnitude ഞാൻ കണ്ടുപിടിച്ചു. Okay, now tell me, ഏതൊക്കെ voltage sources, which sources does absorb power and which sources does deliver power? പറഞ്ഞേ, 100 volt source delivery ആണോ absorption ആണോ? പറഞ്ഞേ, 100 volt source. Okay, current is flowing from higher potential to lower potential. Right? Ramiza, current is flowing from higher potential to lower potential. Higher potential to lower potential. Absorption ആണ്. Okay, so therefore ഇത് absorption ആണ്. Okay, ഇത് absorption ആണ്. Okay, now what about this one? This one? 80 volt source. 80 volt source. Okay, current is flowing from lower potential to higher potential. Okay, ഇത് shorter plate ആണ്, so negative. ഇത് longer plate ആണ്, so positive. Right, so this is delivery. Okay, this is delivery. ഇത് delivery ആണ്. Okay, what about this one? 15 volt source. 15 volt source നോക്കട്ടെ. 15 volt source എങ്ങനെയാണ്? lower to higher. So therefore obviously delivery ആണ്. Right, so obviously delivery ആണ്. Okay, obviously delivery ആണ് അല്ലേ? ഡെലിവറി ആണ്. ഓക്കെ അല്ലേ? സോ ചോദ്യം എന്താണ്? ചോദ്യം ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അതുപോലെ കോപ്പി ചെയ്യുവാണ് കേട്ടോ. ടോട്ടൽ പവർ
നോക്കിക്കേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോപ്പി ചെയ്യുവാണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോപ്പി ചെയ്യുവാണ്. ടോട്ടൽ പവർ അബ്സോർബ്ഡ് by the three circuit elements okay. So ഇവിടെ hint എന്ന് പറയുന്നത് okay, ഇവിടെ hint എന്ന് പറയുന്നത് ഒരൊറ്റ വേർഡാണ്. ഏത് വേർഡാണ്? ഹിൻറ്റ് ഏതാണ് ഇവിടെ? ഇവിടെ ഹിൻറ്റ് ഏതാണ്? സാധാരണ നിങ്ങൾ എന്തായിരിക്കും ചെയ്തത് പറഞ്ഞേ? ടോട്ടൽ പവർ അബ്സോർബ്ഡ് ബൈ ദ ത്രീ എലിമെൻറ്റ്സ് എന്തായിരിക്കും നിങ്ങൾ ചെയ്തത്? എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക? ആൻസർ നിങ്ങൾ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പറഞ്ഞേ? 1000 ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ 1000 ആണ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി എനി അതർ ആൻസേഴ്സ്? അക്ഷയ് വെരി ഗുഡ്. 330 വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ നോക്കിക്കേ, ഇവിടെ ഹിൻറ്റ് എന്ന് പറയുന്നത് ഈ 3 ആണ്. ഓക്കെ, ഈ ഹിൻറ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ നോക്കിക്കേ, ടോട്ടൽ പവർ അബ്സോർബ്ഡ് ബൈ 3 സർക്യൂട്ട് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ അബ്സോർപ്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ആദ്യത്തെ വോൾട്ടേജ് സോഴ്സ് എനിക്കറിയാം. നോക്കിക്കേ, ഇത് അബ്സോർബ് ചെയ്യുവാണ്. ഓക്കെ, നോക്കിക്കേ, ബാക്കി 2 എണ്ണം ഡെലിവർ ചെയ്യുവാണ്. ബാക്കി 2 സോഴ്സസ് പവർ ഡെലിവറി ചെയ്യുവാണ്. ഓക്കെ, സോ ദെയർ ഫോർ നോക്കിക്കേ, സോ ഇതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, എനിക്ക് അത് ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. സോ ലുക്ക് അറ്റ് ദിസ്. സോ ദിസ് ഇസ് 640 watt delivery. Okay, so how can I write it as in terms of absorption? In terms of absorption എങ്ങനെ എഴുതാൻ പറ്റും? It is minus 640 watt absorption. Right? So ഇത് നോക്കിക്കേ, 30 watt delivery ആണ്. How can I write in terms of absorption? In terms of absorption എങ്ങനെ എഴുതാൻ പറ്റും? minus 30 watt absorption. Right? So this is നോക്കിക്കേ 1000 watt absorption. ഓക്കെ, അവരെന്താണ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്ന? ടോട്ടൽ പവർ അബ്സോർബ്ഡ് ബൈ ദ 3 സർക്യൂട്ട് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദെയർ ഫോർ 3 എലിമെൻറ്റ്സും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ദെയർ ഫോർ 1000 നോക്കിക്കേ, എല്ലാം ആഡ് ചെയ്യുവാണ്. ടോട്ടലാണ് ചോദിച്ചേക്കുന്നത്. സോ ദെയർ ഫോർ 1000 minus 640 minus 30. സോ എത്രയായിരിക്കും കിട്ടുന്നത്? 330 watts ആണ് കിട്ടുന്നത്. റൈറ്റ്, മനസ്സിലായോ? ഞാൻ അതാണ് പറഞ്ഞത്. ദിസ് 3 ഓക്കെ, ഈ വേർഡ് 3 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് തന്നെയാണ് നമ്മുടെ ഹിൻറ്റും, അത് തന്നെയാണ്. ഓക്കെ, സോ ഞാൻ അതാണ് പറഞ്ഞത്. ഈ ചോദ്യം ഏറ്റവും കൂടുതൽ തെറ്റാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, സോ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് 100 into 10,000 എഴുതിയിട്ട് ഇത് മാത്രമേ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ വിചാരിച്ച് അങ്ങനെ കൺക്ലൂഡ് ചെയ്തിട്ട് 1000 ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ 1000 എൻ്റർ ചെയ്യും. റൈറ്റ്, സോ ലിസൺ, ഇവിടെ കീ വേർഡ്സ് ഇതാണ്. 3 സർക്യൂട്ട് എലിമെൻറ്റ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ 3 സർക്യൂട്ട് എലിമെൻറ്റ്സ് 640 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഈ 2 വോൾട്ടേജ് സോഴ്സസ് ദേ ആർ ഡെലിവറിങ് പവർ. റൈറ്റ്, പക്ഷേങ്കിൽ നോക്കിക്കേ, എനിക്ക് ടോട്ടൽ പവർ അബ്സോർബ്ഡ് ബൈ 3 സർക്യൂട്ട് എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദെയർഫോർ നോക്കിക്കേ, സോ ഇത് ഇൻ ടേംസ് ഓഫ് അബ്സോർപ്ഷൻ എഴുതുമ്പോഴത്തേക്കിന് -640, ഇൻ ടേംസ് ഓഫ് അബ്സോർപ്ഷൻ എഴുതുമ്പോഴത്തേക്കിന് -30. റൈറ്റ്, സോ അങ്ങനെയാണ് 330 watts. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? ജൂഡി മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ് വാസ് 6th question. സോ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്തത് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഓക്കെ, 7th question is straight forward. Okay, so this is the current source. ഇത് സിമ്പിൾ ആണ്. ഞാൻ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നേരത്തെ ചെയ്തായിരുന്നു. സോ ദിസ് ഇസ് 1 ampere, ദിസ് ഇസ് 2 ohm, ദിസ് ഇസ് 5 volt. ഓക്കെ, ദിസ് ഇസ് 5 volt ആൻഡ് പൊലാരിറ്റീസ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. 2 ടെർമിനൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എ ആൻഡ് ബി, ആൻഡ് ദിസ് വോൾട്ടേജ് പൊലാരിറ്റീസ് തന്നിട്ടുണ്ട്, VAB, ആൻഡ് കറൻറ്റ് ഡയറക്ഷനും അവർ തന്നിട്ടുണ്ട്, I എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് VAB ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, VAB ആണ് ചോദിച്ചേക്കുന്നത്. നൗ ടെൽ മീ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I? പറഞ്ഞേ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I ഇൻ ദ സർക്യൂട്ട്? ഓബ്വിയസ്ലി നോക്കിക്കേ, ഇത് 1 ampere ആണെന്നുണ്ടെങ്കിൽ ഇതും 1 ampere ആയിരിക്കും, ഇതും 1 ampere ആയിരിക്കും, ഇതും 1 ampere ആയിരിക്കും, and this one will also be 1 ampere. So therefore the current in the loop is nothing but 1 ampere. 1 ampere current ആണ് ഈ ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, so therefore I is equal to 1 ampere. Right, now നോക്കിക്കേ, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. How should I mark the polarities across 2 ohm?
2 ohmൻ്റെ അക്രോസ്, അതായത് എനിക്കിപ്പം ഈ ലൂപ്പിൽ KVL എഴുതണം. KVL എഴുതുന്നതിന് മുന്നേ ഐ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഹാവ് മാർക്ക് ദ പൊളാരിറ്റീസ് across each and every element in the network, right? So how do you mark the polarities across the 2 ohm resistor? ഇപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്തല്ലോ. I want you to mark the polarities across 2 ohm resistor. എങ്ങനെ ആയിരിക്കും? പ്ലസ് മൈനസ് ആണോ അതോ മൈനസ് പ്ലസ് ആണോ? A ആണോ B ആണോ? പറഞ്ഞേ, A ആണോ B ആണോ? So this is your 2 ohm resistor. How do you mark the polarities? A ആണ്, right? കാരണം എന്തുകൊണ്ടാണ്? എനിക്കറിയാം resistor always absorbs power, okay? So therefore നോക്കിക്കേ, polarities നോക്കിക്കേ, current always flows from higher potential to lower potential, right? So therefore I have marked the polarities across 2 ohm resistor, okay? 2 ohm resistor. ഇനി ഇപ്പോൾ ഇതിനകത്ത് KVL ഒന്ന് എഴുതിക്കേ. സോ സ്റ്റാർട്ട് വിത്ത് VAB. സോ ഇവിടെ നോക്കിക്കേ, ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. സോ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങുവാണ്. സോ നോക്കിക്കേ, പ്ലസ് മൈനസ്. സോ 1 ആംപിയർ കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ohm resistor, 1 ആംപിയർ flowing through 2 ohm, so 2 volt ആയിരിക്കും, okay? So plus minus voltage drop, okay? Higher potential to lower potential, so therefore drop ആണ്, so negative sign. എത്രയാണ്? 2 into 1 is 2, okay? So അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. നോക്കിക്കേ, ലൂപ്പ് ഇങ്ങനെയാണ്, so therefore clockwise loop ആണ്. ഞാൻ പറഞ്ഞു, you don't have to worry about, നോക്കിക്കേ, trust passive sign convention blindly, ഓക്കെ? നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും പാസീവ് സൈൻ കൺവെൻഷനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തോളൂ. ഇറ്റ് വിൽ ഗീവ് യു കറക്റ്റ് ആൻസർ, ഓക്കെ? നോക്കിക്കേ, മൈനസ് പ്ലസ്, അതായത് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ, സോ ദെയർഫോർ വോൾട്ടേജ് റൈസ് ആണ്. സോ പ്ലസ് 5 വോൾട്ട് ആണ്, പ്ലസ് 5 വോൾട്ട്, ഓക്കെ? പ്ലസ് 5 വോൾട്ട്, ഓക്കെ? ആൻഡ് ദെൻ തിരിച്ച് ഇവിടെ ഇങ്ങനെ, ഓക്കെ? സോ വാട്ട് വിൽ ബി ദിസ് വൺ? ലോവർ ടു ഹയർ, ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ, സോ ഇറ്റ് വിൽ ബി lower potential to higher potential, this will be plus, right? Plus VAB is equal to 0, right? So therefore VAB is equal to minus 3 volt, right? VAB is equal to minus 3 volt, yes or no? ഇത് സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇത് സിമ്പിൾ ആയിരുന്നു, ഒന്നുമില്ല. വി ഹാവ് ജസ്റ്റ് യൂസ് പാസീവ് സൈൻ കൺവെൻഷൻ, അത്രേ ഉള്ളൂ, ഓക്കെ? പാസീവ് സൈൻ കൺവെൻഷനും KVL ഉം, ഓക്കെ? സോ shall I go to the next problem? ഇനി 3 എണ്ണം കൂടിയേ ഉള്ളൂ. 3 എണ്ണം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിട്ടേക്കാം, ഓക്കെ? ഞാൻ ബ്രേക്ക് തന്നില്ല, അത് ഞാൻ പിന്നെയാണ് ഓർത്തത്, ഓക്കെ? സോ ഈ 3 പ്രോബ്ലംസും കൂടി ചെയ്തിട്ട് ഞാൻ വിട്ടേക്കാം. ഹോംവർക്ക് പ്രോബ്ലംസ് ഞാൻ നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം, ഓക്കെ? സോ ഈ 3 പ്രോബ്ലംസും കൂടി ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞോ? സോ 8th ക്വസ്റ്റ്യൻ, ഇതും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, നോക്കിക്കേ. സോ ദിസ് ഈസ് 1 വോൾട്ട് സോഴ്സ്, ഇത് 1 വോൾട്ട് സോഴ്സ് ആണ്, ആൻഡ് ദിസ് ഇസ് 1 ohm resistance, and this is 1 ampere current source, okay? So എന്താണ് ചോദിച്ചിരിക്കുന്നത്? the current delivered by the DC voltage source, I ആണ് ചോദിച്ചിരിക്കുന്നത്, okay? the current delivered by DC current source ആണ് ചോദിച്ചിരിക്കുന്നത്, okay? so current delivered by DC voltage source, DC voltage source. And listen, ഒരു സജഷൻ ഉണ്ട്, ഒരു സജഷൻ അല്ല, ഒരു കാര്യം. ലിസൺ, ഞാനിവിടെ സർക്യൂട്ട്സ് വരയ്ക്കുമ്പോഴത്തേക്കിന് റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഓക്കെ? ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. സോ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാംസിൽ നിങ്ങൾ രജിസ്റ്ററിനെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അവർ വെട്ടിയിടും, ഓക്കെ? ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് സർക്യൂട്ട് സിമ്പിൾ ഓഫ് എ രജിസ്റ്റർ, ഓക്കെ? ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെട്ടിയിടും, ഓക്കെ? സോ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. രജിസ്റ്ററിൻ്റെ സിമ്പിൾ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഓക്കെ? സോ ഇതാണ് രജിസ്റ്ററിൻ്റെ സിമ്പിൾ, ഓക്കെ? ചില ടെക്സ്റ്റ് ബുക്സിൽ 3 എണ്ണം കാണും, ചില ടെക്സ്റ്റ് ബുക്സിൽ 4 എണ്ണവും കാണും, ഓക്കെ? സോ രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഓക്കെ? ഇതും, ഓക്കെ? പക്ഷേങ്കിൽ ഇത് ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ, ഓക്കെ? ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ, ഓക്കെ? സോ ഇത് വെട്ടിയിടും. ഇത് ഞാൻ ജസ്റ്റ് സർക്യൂട്ട് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ വരയ്ക്കുന്നതാണ്, ഓക്കെ? സോ ഓക്കെ, പറഞ്ഞേ, വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് 1 ohm resistance? What is the voltage across the 1 ohm resistance? പറഞ്ഞേ, what is the voltage across 1 ohm resistance? നോക്കിക്കേ, നമുക്കിവിടെ 3 നെറ്റ്വർക്ക് എലിമെൻറ്റ്സ് ഉണ്ട്. 1 വോൾട്ട് സോഴ്സ് ഉണ്ട്, 1 ohm റെസിസ്റ്റൻസ് ഉണ്ട്, 1 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്, ഓക്കെ? ഈ 3 എലിമെൻറ്റ്സിനെ ഞാൻ കണക്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? കണക്റ്റിംഗ് വയർസ് വെച്ചിട്ടാണ്, ഓക്കെ? കണക്റ്റിംഗ് വയർസ് വെച്ചിട്ടാണ് 3 എലിമെൻറ്റ്സിനെയും കണക്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ ദെയർഫോർ നോക്കിക്കേ, ഇവിടെ വോൾട്ടേജ് 1 വോൾട്ട് ആണ്, അവർ ഓൾറെഡി തന്നിട്ടുണ്ട്.
നോക്കിക്കേ. സോ therefore നോക്കിക്കേ, since you are connecting all the elements using connecting wires, നോക്കിക്കേ, along the length of the wire there will be no drop. So therefore ഈ 1 volt തന്നെ നേരെ ഇവിടെ വരും. So this will be 1 volt, right? അതുപോലെ തന്നെ ഈ 1 volt നേരെ ഇവിടെയും വരും, റൈറ്റ്? ഇതും 1 volt ആയിരിക്കും. ഓക്കെ, ഇതും 1 volt ആയിരിക്കും. ഓക്കെ, ഇതും 1 volt തന്നെ ആയിരിക്കും. ഓക്കെ, എന്താണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്? ഓക്കെ, ടെൽ മീ വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ദിസ് 1 ohm റെസിസ്റ്റൻസ്. ടെൽ മീ വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ദിസ് 1 ohm റെസിസ്റ്റൻസ്. പറഞ്ഞേ, 1 ohm റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര ആയിരിക്കും? നോക്കിക്കേ, യു ഹാവ് എ റെസിസ്റ്റൻസ് ഹൂസ് വാല്യൂ ഇസ് 1 ohm ആൻഡ് ഡ്രോപ്പ് എത്രയാണ്? 1 volt ആണ്. സോ therefore കറണ്ട് എത്ര ആയിരിക്കും? കറണ്ട് വിൽ ബി 1 ampere ആയിരിക്കും, right? So this is 1 volt and current through 1 ohm will be equal to 1 ampere ആയിരിക്കും. It will be 1 ampere ആയിരിക്കും, right? So നോക്കിക്കണം, ഇത് 1 ampere ആണ്. So therefore ഇത് 1 ampere current ആണ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. Okay, this is 1 ampere current, right? So നോക്കിക്കേ, ഇത് 1 ampere ആണ്, ഇത് 1 ampere ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് 1 ampere ആണ്, ഇതും 1 ampere ആണ്, ഇതും 1 ampere ആണ്. നോക്കിക്കേ, യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദിസ് ഇസ് 1 ampere. അതായത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത് 1 ampere ആണ്, ഇതിലെയും 1 ampere ആണ്. സോ therefore വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ദിസ് ബ്രാഞ്ച്? ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് എത്ര ആയിരിക്കും? ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് എത്ര ആയിരിക്കും? പറഞ്ഞേ, 0 ആയിരിക്കും, റൈറ്റ്? സോ കറണ്ട് ഫ്ലോ മുഴുവൻ ഈ ഒരു ലൂപ്പിലാണ്. ഓക്കെ, സോ ഓബ്വിയസ്ലി ഇങ്ങോട്ടേക്ക് കറണ്ട് 0 ആയിരിക്കും, റൈറ്റ്? ഇങ്ങോട്ടേക്ക് കറണ്ട് 0 ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ദ കറണ്ട് ഡെലിവേർഡ് ബൈ 1 volt സോഴ്സ് എത്രയാണ്? The current delivered by 1 volt source എത്രയാണ്? കറണ്ട് ഡെലിവേർഡ് ബൈ 1 volt സോഴ്സ് എത്രയാണ്? ഇതിലെ നോക്കിക്കേ, ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് 0 ആണ്. സോ therefore എത്ര ആയിരിക്കും? അത് 0 ആണ്. സോ therefore കറണ്ട് ഡെലിവേർഡ് ബൈ 1 volt സോഴ്സ് ഈസ് ഈക്വൽ ടു 0 amperes ആണ്, റൈറ്റ്? സോ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഒന്നും ഇല്ല. സോ therefore it is 0 amperes. ഓക്കെ, സോ അപ്പോൾ ഒരു ചോദ്യം വരും. എന്താണ്? നോക്കിക്കേ, ദ വോൾട്ടേജ്. ഓക്കെ, ഞാൻ സോഴ്സസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഞാൻ പറയാം. ഇപ്പം ആ പോയിന്റ് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ സോഴ്സസിൻ്റെ, അതായത് നാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് ഫാമിലിയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് പാസീവ് സൈൻ കൺവെൻഷനും KVLും ടെലിഗൺസ് തിയറം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, നാളെ ഞാൻ നെറ്റ്വർക്ക് ഫാമിലി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് നമുക്ക് സോഴ്സസ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ എലിമെൻറ്റ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഓരോ എലിമെൻറ്റിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, റെസിസ്റ്റർ, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എല്ലാം ഇൻ ഡീറ്റെയിൽ പഠിക്കും നാളത്തെ ക്ലാസ്സിൽ. ഓക്കെ, സോ അവിടെ ആ സോഴ്സസിൻ്റെ ഡിസ്കഷൻ വരുമ്പോഴത്തേക്കിന് ഐ മേക്ക് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ അബൌട്ട് ദ സോഴ്സസ്. ഓക്കെ, ഇന്നിപ്പം ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. ഓക്കെ, അതായത് ഈ ഡിസ്കഷൻ, അതായത് ഈ പ്രോബ്ലം ഞാൻ വീണ്ടും നാളെ എടുത്തിട്ട് ഈ സോഴ്സസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഐ ടോക്ക് അബൌട്ട് അബ്സോർബിങ്. നിഖിൽ ദാസ്, എന്താണ് സർ അബ്സോർബിങ് എലിമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു? ഓക്കെ, വെരി ഗുഡ്. അബ്സോർബിങ് എലിമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ഡെലിവറിങ് കോമ്പണൻസ് ആവണ്ടേ? ഓക്കെ, സോ നോക്കിക്കേ, നിഖിലിൻ്റെ ഡൗട്ട് ഇതാണ്. അതായത് ഈ പെർട്ടിക്കുലർ സർക്യൂട്ടിൽ ടെലിഗൺസ് തിയറം സാറ്റിസ്ഫൈ ആവണ്ടേ എന്നുള്ളതാണ് നിഖിലിൻ്റെ ഡൗട്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. നോക്കിക്കേ, ടെലിഗൺസ് തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. സോ നോക്കിക്കേ, നമുക്ക് 3 എലിമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ 1 ohm റെസിസ്റ്റൻസ് ഉണ്ട്, 1 volt സോഴ്സ് ഉണ്ട്, 1 ampere സോഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിലൂടെ ഓരോ എലിമെൻറ്റിൻ്റെ അക്രോസ് ഉള്ള പവർ കണ്ടുപിടിച്ചോളൂ. 1 ohm, 1 volt ആൻഡ് നോക്കിക്കേ 1 ampere. ഓക്കെ, സോ ഇതെന്തായിരിക്കും? സോ നമുക്കറിയാം, പവർ ഈസ് നത്തിങ് ബട്ട് ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, വോൾട്ടേജ് അക്രോസ്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഫുള്ള് ക്ലംസി ആയി, ഒന്നും കൂടി റീഡ്രോ ചെയ്യട്ടെ. നിഖിലിൻ്റെ ഡൗട്ട് ഇതാണ്, അതായത് ടെലിഗൺസ് തിയറം ഈ സർക്യൂട്ടിൽ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കണം. ഞാൻ ഈ സർക്യൂട്ട് ഒന്നും കൂടി 1 volt, 1 ohm. സോ എനിക്കറിയാം അക്രോസ് എവറി എലിമെൻറ്റ് ദ വോൾട്ടേജ് ഈസ് 1 volt. ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ampere ആണ്, ഇതിലൂടെയും 1 ampere ആണ്, ആൻഡ് ഇതിലൂടെ 0 amperes ആണ്.
ഓക്കെ 0 ആംപേഴ്സ് ആണ്. സോ ദെയർഫോർ നോക്കിക്കേ ഞാൻ പവറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ എലിമെൻറ്റിൻ്റെ അക്രോസുള്ള പവറാണ്. സോ 1 ഓമിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്രയാണ് 1 ആണ്. ഓക്കെ 1 ഇൻറ്റു കറണ്ട് എത്രയാണ് 1 ആണ്. സോ ദെയർഫോർ 1 വാട്ട് ആണ്. ഓക്കെ സോ 1 വോൾട്ട് നോക്കിക്കേ വോൾട്ടേജ് 1 ആണ്, കറണ്ട് 0 ആണ്. സോ ദെയർഫോർ 0 വാട്ട്. ഓക്കെ സോ ഇവിടെ നോക്കിക്കേ കറണ്ട് സോഴ്സിൻ്റെ അവിടെ നോക്കിക്കേ വോൾട്ടേജ് എത്രയാണ് 1 വോൾട്ട് ആണ്. 1 ഇൻറ്റു കറണ്ട് എത്രയാണ് 1 ആണ്. സോ ദെയർഫോർ 1 വാട്ട്. ഓക്കെ സോ ശ്രദ്ധിക്കണം, ലുക്ക് അറ്റ് ദ റെസിസ്റ്റൻസ്. കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ പവർ അബ്സോർപ്ഷൻ ആണോ ഡെലിവറി ആണോ? പവർ അബ്സോർപ്ഷൻ ആണോ ഡെലിവറി ആണോ? പറഞ്ഞേ, പവർ അബ്സോർപ്ഷൻ ആണോ ഡെലിവറി ആണോ നിഖിൽ? absorption ആണ്, right? Passive sign convention absorption ആണ്, right? Now what about the 1 ampere source? 1 ampere source നോക്കിയേ current is flowing from lower potential to higher potential. Current is flowing from lower potential to higher potential. So according to passive sign convention, when a network element delivers power, current flows from lower potential to higher potential ആണ്. So therefore ഇത് delivery ആണ്, right? So therefore നോക്കിക്കേ you can അത്രേ ഉള്ളൂ, simple. ഓക്കെ സോ ഇതിനകത്തിൽ നോക്കിക്കേ ഈ 1 വോൾട്ട് സോഴ്സിന് ഹാസ് നോ സിഗ്നിഫിക്കൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സർക്യൂട്ട്. ഓക്കെ ഇറ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻസ് ഇൻ ദിസ് പെർട്ടിക്കുലർ സർക്യൂട്ട്. ഇത് നോക്കിക്കേ ഇങ്ങനത്തെ സർക്യൂട്ട്സ് ആയിരിക്കും തരുന്ന എക്സാമിൽ, ജസ്റ്റ് ടു കൺഫ്യൂസ് യു, ജസ്റ്റ് ടു ഫിൽട്ടർ ഔട്ട് ദ സ്റ്റുഡൻറ്റ്സ്. ഓക്കെ സോ സിമ്പിൾ ചോദ്യമാണ്, മനസ്സിലായോ നിഖിൽ? ഓക്കെ അല്ലേ? സോ ഇനി ലാസ്റ്റ് 2 പ്രോബ്ലംസ്. സോ ninth question, this is also very simple. എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, നെറ്റ്വർക്ക് consists of linear resistors and ideal voltage sources. Linear resistors and ideal voltage sources. Okay, voltage sources ഉണ്ട്, ideal voltage sources ആണ്. ഓക്കെ നാളത്തെ ക്ലാസ്സിൽ ഞാൻ പറയും what is the difference between ideal voltage source and practical voltage source. നാളത്തെ ക്ലാസ്സിൽ ഞാൻ പറയും. ഓക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. നമ്മൾ ഈ 2 ദിവസം നമ്മുടെ ഡിസ്കഷനിൽ വി ഹാവ് ഓൺലി ഡെൽറ്റ് വിത്ത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ്. ഓക്കെ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നാളത്തെ ക്ലാസ്സിൽ ഞാൻ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യും. സോ ദിസ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് ലീനിയർ റെസിസ്റ്റേഴ്സ് ആൻഡ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ്. ഓക്കെ എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇഫ് ഓൾ the resistors are doubled, if all the resistors are doubled, the voltage across each resistor, എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് രജിസ്റ്റർ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ലിസൺ ഓക്കെ ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സെയിം സർക്യൂട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സർക്യൂട്ട് ഏതായിരുന്നു? സോ പ്ലസ് 5 വോൾട്ട് ഓക്കെ ആൻഡ് ദെൻ ഇതായിരുന്നു 1 ഓം. ഓക്കെ സോ ഇതിനെ ഈ 1 ഓം രജിസ്റ്ററിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഈ 1 ഓം രജിസ്റ്ററിനെ ഞാനിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുവാണ്. എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ് നോക്കിക്കേ, ദിസ് ആസ് 0.5 ഓം and this as 0.5 ohm. Okay so നോക്കിക്കേ the entire resistance of this branch is 1 ohm. Okay so അവർ എന്താണ് പറഞ്ഞേക്കുന്നത്, നെറ്റ്വർക്ക് n consists of linear resistors. ഓക്കെ 2 resistors ഉണ്ട്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. നോക്കിക്കേ ഈ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 വോൾട്ട് എന്ന് ഞാൻ എടുക്കുകയാണ്. ഇനി നോക്കിക്കേ ഈ കേസിൽ വോൾട്ടേജ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കേസിൽ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞേ? ഈ കേസിൽ what is the voltage across each 0.5 ohm resistor? ഓരോ 0.5 ഓം നോക്കിക്കേ റെസിസ്റ്ററിൻ്റെ അക്രോസ് വോൾട്ടേജോ കറൻറ്റോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ കേസിൽ നോക്കിക്കേ എനിക്ക് ഡ്രോപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി എനിക്ക് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. സോ കറണ്ട് എത്രയാണ്? കറണ്ട് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 5 ഡിവൈഡഡ് ബൈ 0.5 പ്ലസ് 0.5 റൈറ്റ്, 5 ഡിവൈഡഡ് ബൈ 0.5 പ്ലസ് ഇത് ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. ഓക്കെ സോ ഇതെന്താണ് 5/1 ആംപിയർ. ഓക്കെ സോ ദെയർഫോർ 5 ആംപിയേഴ്സ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്, റൈറ്റ്? 5 ആംപിയേഴ്സ് ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ഇത് ഞാൻ പറയാം, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഉണ്ട്, അത് ഞാൻ പറയാം വരും ക്ലാസ്സുകളിൽ ഞാൻ പറയാം. ഓക്കെ സോ നോക്കിക്കേ, സോ കറണ്ട് എനിക്ക് കിട്ടി. ഓക്കെ കറണ്ട് 5 ആംപിയേഴ്സ് ആണ്. സോ ദെയർഫോർ ഇതിലെ വോൾട്ടേജും ഇതിലെ വോൾട്ടേജ് ഡ്രോപ്പും എനിക്ക് കണ്ടുപിടിക്കണം. സോ ദെയർഫോർ ദിസ് ഈസ് നത്തിങ് ബട്ട്
2.5 വോൾട്ട്. എന്തുകൊണ്ടാണ് 5 ഇൻറ്റു 0.5 ഈസ് 2.5 വോൾട്ട്. അതുപോലെ തന്നെ സെയിം കറണ്ട് ആണ് ഇവിടെയും ഫ്ലോ ചെയ്യുന്നത്. നോക്കിക്കേ 5 ഇൻറ്റു 0.5 ഈസ് 2.5 വോൾട്ട്. ഓക്കെ, ഇത് മനസ്സിലായോ? യെസ് ഓർ നോ? മനസ്സിലായോ? ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ഇനി ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ അവരെന്താണ് പറഞ്ഞേക്കുന്നത്? ഇഫ് all resistors are double then voltage across each resistor. Okay, if all resistors are double, അതായത് 0.5നെ ഡബിൾ ചെയ്യുവാണ്. when I double 0.5 എത്ര ആയിരിക്കും? 0.5 into 2 എത്ര ആയിരിക്കും? 1 ohm ആയിരിക്കും. 0.5 into 2 എത്ര ആയിരിക്കും? 1 ohm ആയിരിക്കും. റൈറ്റ്? സോ നോക്കിക്കേ, if all the resistors are double then voltage across each resistor. ഞാൻ വീണ്ടും ചെയ്യുവാണ്. നോക്കിക്കേ, ഞാൻ വീണ്ടും ഇവിടെ ചെയ്യുവാണ്. നോക്കിക്കേ, സോ 5 വോൾട്ട് സോഴ്സ്, സെയിം 5 വോൾട്ട് സോഴ്സ്. ജസ്റ്റ് ഓൺലി തിങ് എന്താണ് മാറ്റം? എന്താണ്? The resistors now have been replaced with 1 ohm resistor. 1 ohm resistor. Now what is the current in the circuit? പെട്ടെന്നൊന്ന് പറഞ്ഞേ, what is the current in the circuit? പറഞ്ഞേ, what is the current in the circuit? Current in the circuit എന്താണ്? 2.5 amperes ആണ്. 2.5 amperes, right? So this is 2.5 amperes, right? So same current ആണ് ഇവിടെയും ഫ്ലോ ചെയ്യുന്നത്. Okay, so current ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. So how do you mark the polarities? Okay, ഇവിടെ ഞാൻ polarities ഞാൻ അങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് ഇട്ടുപോയി. സോ ഹൗ ഡു യു മാർക്ക് ദ പൊലാരിറ്റീസ്? കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഹൗ ഡു യു മാർക്ക് ദ പൊലാരിറ്റീസ്? പറഞ്ഞേ, ഹൗ ഡു യു മാർക്ക് ദ പൊലാരിറ്റീസ്? കറണ്ട് റെസിസ്റ്റർ ആണ്. കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ബിക്കോസ് റെസിസ്റ്റർ ഓൾവേസ് അബ്സോർബ്സ് പവർ. റൈറ്റ്? സോ ദെയർഫോർ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇവിടെ ഞാൻ വെറുതെ അങ്ങ് ഇട്ടുപോയി. ഓക്കെ, ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ്. ഓക്കെ, ഇവിടെ ഞാൻ നോക്കിക്കേ, കറണ്ട് പൊലാരിറ്റീസ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നോക്കിക്കേ, എനിക്ക് അറിയാമായിരുന്നു റെസിസ്റ്റർ ഓൾവേസ് അബ്സോർബ്സ് പവർ എന്ന് അറിയാം. റൈറ്റ്? ആൻഡ് വി നോ ദാറ്റ് വെൻ എ നെറ്റ്വർക്ക് എലിമെൻറ്റ് അബ്സോർബ്സ് പവർ കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. റൈറ്റ്? സോ ദെയർഫോർ ഇത് 2.5 ആംപിയേഴ്സ് ആണ്. നോക്കിക്കേ, 2.5 ആംപിയേഴ്സ് കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ohm എത്ര ആയിരിക്കും? 2.5 വോൾട്ട് ആയിരിക്കും. 2.5 ക്രോസിംഗ്, അതായത് ഫ്ലോയിങ് ത്രൂ 1 ohm അഗെയിൻ 2.5. ഓക്കെ, ആദ്യത്തെ കേസിൽ 2.5, നോക്കിക്കേ ഡബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2.5. റൈറ്റ്? സോ ഓബ്വിയസ്ലി എന്തായിരിക്കും? ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, ഇഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ ഡബിൾഡ്, എന്താണ്? ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. നോക്കിക്കേ, ഇവിടെ 2.5 വോൾട്ട്, 2.5 വോൾട്ട്. ഇവിടെ നോക്കിക്കേ, 2.5 വോൾട്ട്, 2.5 വോൾട്ട്. റൈറ്റ്? സോ ആൻസർ ഇസ് സി. ആൻസർ ഇസ് സി. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അക്ഷയ് എന്തോ ഡൗട്ട് ചോദിച്ചായിരുന്നല്ലേ? അക്ഷയ്, ഞാൻ ഇപ്പോഴാട്ടോ കണ്ടേ. അക്ഷയ് പി കെ മുന്നിലത്തെ പ്രോബ്ലത്തിലായിരുന്നോ? നിഖിലിൻ്റെ ഡൗട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അക്ഷയ് പി കെ ഞാൻ ഇപ്പോഴാണ് ഡൗട്ട് കാണുന്നത്. അക്ഷയ്, ആ ഡൗട്ട് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ നമ്പർ. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം. ലിസൺ, സാധാരണ ഡൗട്ട്, അതായത് എക്സാം ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് 1.5-3 മണിക്കൂർ എടുക്കത്തുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച ഫ്രീ ക്ലാസ് അല്ലേ, അപ്പം ആ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നീണ്ടുപോയത്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട്, ഒരു 10 പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ഹാർഡ്ലി ഒരു 40-45 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. ഓക്കെ, സോ ഇതിപ്പം കുറേ പോയിൻറ്റ്സ്, അതായത് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും നമ്മൾ കുറേ പോയിൻറ്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കുറേ കൺക്ലൂഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. സോ ഇൻ ജനറൽ ലെസ് ദാൻ 40 മിനിറ്റ്സ്. ഓക്കെ, സോ ഇവിടുത്തെ ലാസ്റ്റ് ചോദ്യം, പവർ അബ്സോർബ്ഡ് ഓർ ഡെലിവേർഡ് ബൈ ദ 10 വോൾട്ട് സോഴ്സ്. പവർ അബ്സോർബ്ഡ് ഓർ ഡെലിവേർഡ് ബൈ ദ 10 വോൾട്ട് സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ അബ്സോർബ്ഡ് ഓർ ഡെലിവേർഡ് ബൈ ദ 10 വോൾട്ട് സോഴ്സ്. ഓക്കെ, സോ നമുക്ക് അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കറൻറ്റ് ത്രൂ ദ 10 വോൾട്ട് സോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറൻറ്റ് ത്രൂ ദ 10 വോൾട്ട് സോഴ്സ്. ഓക്കെ, സോ വേറെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, ലിസൺ. സോ എനിക്ക് ഈ കറൻറ്റ് കണ്ടുപിടിക്കണം. 10 വോൾട്ട് സോഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. അതായത് ആ ഡയറക്ഷൻ എനിക്ക് അറിയത്തില്ല, ആംബിഗ്യസ് ആണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, താഴോട്ടേക്കാണോ മേളിലോട്ടേക്കാണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. റൈറ്റ്? സോ ദെയർഫോർ ആദ്യം നോക്കിക്കേ, ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറണ്ട് എത്രയാണ്? 5 ആംപിയേഴ്സ് ആണ്. ഓക്കെ, ഇതും 5 ആംപിയേഴ്സ് ആണ്, ഇതും 5 ആംപിയേഴ്സ്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്.
ഓക്കെ, എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, നൗ ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറണ്ട് എനിക്ക് കണ്ടുപിടിക്കണം. അതായത് നോക്കിക്കേ, ഈ ബ്രാഞ്ചിലൂടെ ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം. ലുക്ക് അറ്റ് ദിസ് 1 ohm resistor. 1 ohm resistorൻ്റെ നോക്കിക്കേ ദിസ് എൻഡ്, നോക്കിക്കേ ദിസ് എൻഡ്, ഈ എൻഡ് നോക്കിക്കേ, ഈ എൻഡിൻ്റെ അവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് അറ്റ് ദിസ് നോഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ് പറഞ്ഞേ? വോൾട്ടേജ് അറ്റ് ദിസ് നോഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞേ. ദിസ് ഈസ് നത്തിങ് ബട്ട് 10 volts. ഓക്കെ, ഇത് 10 volts ആണ്. ഓക്കെ, വോൾട്ടേജ് അറ്റ് ദിസ് നോഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയായിരിക്കും? ദിസ് ഈസ് ഓൾസോ എത്രയായിരിക്കും? വോൾട്ടേജ് അറ്റ് ദിസ് നോഡ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയായിരിക്കും? 5 volt ആയിരിക്കും. റൈറ്റ്, ഇത് 5 volt ആണ്. റൈറ്റ്, സോ നോക്കിക്കേ, സോ ദിസ് ഈസ് 1 ohm റെസിസ്റ്റൻസ്. സോ പറഞ്ഞേ, കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണോ? പറഞ്ഞേ, എ ആണോ ബി ആണോ? എ ആണോ ബി ആണോ? പറഞ്ഞേ. ഓബ്വിയസ്ലി എ ആണ്. റൈറ്റ്, കാരണം കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അക്രോസ് എ റെസിസ്റ്റർ. ഓക്കെ, സോ കറണ്ട് നോക്കിക്കേ, ഞാൻ എങ്ങനെയാണ് ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്തതെന്ന് നോക്കിക്കേ. വൺ എൻഡ് ഓഫ് ദ റെസിസ്റ്റർ ഈസ് അറ്റ് 10 volts, ദ അതർ എൻഡ് ഈസ് അറ്റ് 5 volt. Right, so current always flows from higher potential to lower potential through a resistor. Right, so therefore നോക്കിക്കേ, what is the potential drop? What is the drop across this 1 ohm resistor? പറഞ്ഞേ, what is the drop across this resistor? ഇവിടെ 10 volts ആണ്, ഇവിടെ 5 volts ആണ്. What is the drop across the resistor? 5 volt. Right, so drop എത്രയാണ്? 5 volt ആണ്. Right, 5 volt ആണ്. ഞാൻ പൊളാരിറ്റീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? കാരണം കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ എനിക്കറിയാം റെസിസ്റ്ററിൻ്റെ അക്രോസ് കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. റൈറ്റ്, സോ ഇത് വെച്ചിട്ടാണ് ഞാൻ പൊളാരിറ്റീസ് മാർക്ക് ചെയ്തത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് എത്രയാണ്? 10 - 5 volt ആണ്. സോ ഈ കറണ്ട് എത്രയാണ്? 5/1 എത്രയായിരിക്കും? 5 amperes ആയിരിക്കും. റൈറ്റ്, സോ ദെയർഫോർ നോക്കിക്കേ, ഇത് ഇങ്ങോട്ടേക്ക് 5 amperes ആണ്. റൈറ്റ്, മനസ്സിലായോ? യെസ് ഓർ നോ? ഇത് 5 amperes ആണ്. മനസ്സിലായോ? ഓക്കെ, സോ you can clearly see that this is 5 amperes, this is 5 amperes. So therefore നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5, ഇങ്ങോട്ടേക്ക് 5. So what will be current എന്തായിരിക്കും? ഇവിടെ കറണ്ട് എത്രയായിരിക്കും? ഈ കറണ്ട് എത്രയായിരിക്കും? ഇങ്ങോട്ടേക്ക് 5, ഇങ്ങോട്ടേക്കും 5. So this current will be 10 amperes. Right, this okay, so therefore എനിക്ക് നോക്കിക്കേ, I have managed to find the direction of current through this 10 volt source. Okay, മേളിലോട്ടേക്കാണ് current. Okay, and this current is nothing but 10 amperes. Right, 10 amperes current മേളിലോട്ടേക്കാണ്. Right, so therefore എനിക്ക് പവർ കണ്ടുപിടിക്കണം across ആര്? 10 volt. Okay, 10 voltൻ്റെ പവർ കണ്ടുപിടിക്കണം. സോ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് എനിക്കറിയാം 10 ആണ്. സോ 10 ഇൻറ്റു കറണ്ട് എത്രയാണ്? 10. സോ ദെയർഫോർ 100 ആണ്. നൗ ടെൽ മീ വെദർ ഇറ്റ് ഈസ് ഡെലിവറിങ് ഓർ അബ്സോർബിങ്. കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം lower potential to higher potential. Right, passive sign convention tells you that when a network element delivers power, current flows from lower potential to higher potential. So therefore it is delivering power. Right, therefore it is delivering power. മനസ്സിലായോ? Yes or no? Yes or no? എല്ലാവർക്കും മനസ്സിലായോ? Okay അല്ലേ? Okay, so with this we have completed the discussion of the questions. Okay, so ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഓക്കെ, ഇതായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ബേസിക്കലി പാസീവ് സൈൻ കൺവെൻഷൻ, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ നേരത്തെ സാറ് പറഞ്ഞ പോലെ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം സ്ക്രാച്ച് എല്ലാ ഡീറ്റെയിൽസും പഠിപ്പിക്കും കേട്ടോ. ഫ്രം സ്ക്രാച്ച് എല്ലാ ഡീറ്റെയിൽസും പഠിപ്പിക്കും. സോ എല്ലാവരും ഓക്കെ, think wisely and discuss with your parents. Okay, discuss with your parents and convince them. Okay, try to convince them and okay, so എല്ലാവരെയും നാളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ ശരി, താങ്ക് യു.